പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ആഴ്ചയോടെ വെൽക്കം ചെയ്യാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ഒന്നിച്ച് കടന്നു വരുവാതിക്കണം. അവിടെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുടുംബങ്ങൾ ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സന്നിധിയിലേക്ക് മറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. വൻ കാര്യങ്ങൾ ചെയ്യാൻ നീ വിശ്വസനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ആശ്രവാദ പ്രാർത്ഥന വരെ വലിയ ദൈവസാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണം. അങ്ങനെ ചെയ്യുവാനോടൊന്ന് വിശ്വസനാകിയാൽ സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങളവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് പ്രിയ സിസ്റ്റർ ജയകുമാരിയാണ്. പ്രിയ സിസ്റ്റർ, നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കോട്ടയത്തു നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലയോ? അതെ അതെ, ഓക്കെ. നമുക്കൊന്ന് പരിചയപ്പെടാം. കോട്ടയത്ത് തന്നെയാണോ ജനിച്ചു വളർന്നതൊക്കെ? അല്ല, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം ജില്ലയിലാണ്. ഈരാറ്റുപേട്ട താലൂക്കില് തലപ്പലം എന്ന പഞ്ചായത്തിലാണ് ജനിച്ചതും വളർന്നതും. ഓക്കെ ഓക്കെ. ഇപ്പോഴും കോട്ടയത്ത് തന്നെ, പക്ഷെ വേറൊരു സ്ഥലത്ത് അല്ലയോ? ഇപ്പൊ കോട്ടയം ആർപ്പുക്കര എന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ സഹോദരന്റെ ഭവനത്തിലായിരിക്കണം. ഓക്കെ 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 സിസ്റ്റർ. ഒരു വലിയ ജീവിതാനുഭവം അല്ലേ? അതെ 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 അതെ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു സിസ്റ്ററുടെ 1-2 വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്കൊരു സാക്ഷ്യമായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഒരുങ്ങിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു അനുഭവം അല്ലേ? അതെ അതെ. എങ്ങനെയാ, ചെറിയ പ്രായം മുതലേ ആയിരുന്നോ? അല്ല, ചെറുപ്രായത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ ശരി. 25ാമത്തെ വയസ്സിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ്. ഓ, നമുക്കതെല്ലാം കേൾക്കണം, അനുഭവങ്ങളെല്ലാം പറയണം കേട്ടോ. അപ്പോൾ വീൽ ചെയറിലുള്ള ഒരു ജീവിതം അല്ലേ? അതെ അതെ. അനേക സൂം മീറ്റിങ്ങളൊക്കെ അല്ലയോ ഒത്തിരി ക്രമീകരിച്ച് നേതൃത്വം കൊടുത്ത് നടത്തുന്നു സിസ്റ്റർ. കൃപയാൽ ഇങ്ങനെ ഒരു ഭാഗ്യം പ്രതീക്ഷിക്കാത്ത മട്ടില്. സ്തോത്രം. എപ്പോഴും ഞാൻ വിചാരിക്കും, സമാധാനത്തിനായിട്ടൊരു വചനം ഉണ്ടല്ലോ, യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തില് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ വന്നതുപോലെ സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കയ്പായിട്ട് ഭവിച്ചു. അപ്പം കൈപ്പേറിയ ഒരു അനുഭവം വന്നു എങ്കിലും പിന്നത്തേതില് അത് സമാധാനത്തിന് മാത്രമല്ല, നിത്യതയ്ക്കും കർത്താവിന്റെ എന്ന നിലയില് ഇന്ന് കൃപയാൽ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് വിശ്വാസപരമായിട്ട് ഇങ്ങനൊരു അടുപ്പം ഒന്നും കർത്താവിനോട് ഉണ്ടായില്ലായിരുന്നു? പാസ്റ്റർ, എനിക്ക് സത്യം പറയുകയാണെ ആകെ 3 ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് 3 മതത്തെ കുറിച്ച് അറിയത്തുള്ളായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടുമൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യൻസ് കുടുംബം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരോട്ട് മാറി മുസ്ലിം. അപ്പൊ അങ്ങനെ പള്ളികളിലൊന്നും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ പോകുന്ന ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ ടീച്ചറിന്റെ ബ്രദർ മരിച്ചുപോയി. അപ്പം ഞങ്ങളെ സ്കൂളിൽ നിന്ന് എല്ലാവരും കൊണ്ടുപോയി. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോ ഈ ഡെഡ് ബോഡിയും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്ത് അതൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ ഞാൻ പേടിച്ചു പോയി. പിന്നീട് എനിക്ക് പള്ളിയിലേക്ക് പോകുന്നതും ബൈബിള് കാണുന്നതൊക്കെ ഭയങ്കര പേടിയാ. പിന്നെ ഈ കുന്തിരിക്കത്തിന്റെ അവിടുത്തെ ആ സ്മെല്ലൊക്കെ വന്ന് അന്ന് വീട്ടിൽ ചെന്ന് ഒത്തിരി ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, തലവേദനയൊക്കെ ഉണ്ടായി. എന്നാല് ഇന്നാണ് അതിന്റെ മാഹാത്മ്യം, കർത്താവ് എന്താണെന്നോ ക്രിസ്ത്യാനി എന്താണെന്നോ അതിന്റെ മാഹാത്മ്യം എന്താണെന്നോ എല്ലാം മനസ്സിലാക്കുവാനും സത്യത്തില് ഈ ഒരവസ്ഥയിൽ കൂടി ഒത്തിരി കഷ്ടതയുണ്ട്, ഒത്തിരി പ്രയാസങ്ങളൊക്കെ ദിനം പ്രതി ഉണ്ട്. നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക്
ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല. എന്നാല് ദൈവം തരുന്ന ആ ഒരു സന്തോഷം അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഒരു ആത്മാവിലൊരു സന്തോഷം. അതുപോലെ എൻ്റെ ജീവിതത്തില് ലോകത്തെക്കുറിച്ചോ അല്ല നാളെക്കുറിച്ചോ ഒരു ചിന്തയില്ല. അന്നന്നത്തെ, പിന്നെ ദൈവകൃപയാൽ ബിസി ആയതുകൊണ്ടാണോന്നും അറിയത്തില്ല, അന്നന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓടിത്തീർക്കുന്നത് പോലെ ഒരു അനുഭവത്തിൽ കർത്താവ് ഒരു പ്രത്യേക ഒരു പ്രൊട്ടക്ഷനിൽ എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ കർത്താവിന്റെ മകളാണ്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം, സന്തോഷം എനിക്ക് കിട്ടി. അതെ. നമുക്കായിട്ട് സിസ്റ്ററെ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. കുടുംബത്തെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി, സിസ്റ്ററുടെ വേണ്ടപ്പെട്ടവരെ, മാതാപിതാക്കളെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. അനുഭവങ്ങളെല്ലാം കേൾക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്യാം സിസ്റ്റർക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ ആസാദി ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ, പ്രിയ സിസ്റ്റർ, അതുപോലെ നമ്മുടെ തുടർന്നുള്ള പ്രേക്ഷകർ, ഇതിന് പിന്നിൽ അധ്വാനിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചാനൽ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനവും പ്രാർത്ഥനയും വിശേഷൽ അനേകരുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അവരോടെല്ലാം ഇനിയും കേൾക്കാനുള്ളവരോടും ഒക്കെ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് ജയകുമാരി CA. ഞാനൊരു ഹൈന്ദവ യാഥാസ്ഥിതിക നായർ കുടുംബത്തിലാണ് ജനിച്ചത്. വളർന്നതും മുൻപ് പറഞ്ഞതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട താലൂക്കില് തലപ്പലം എന്ന ഒരു ചെറിയ പഞ്ചായത്തില് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള നല്ലൊരു സിറ്റുവേഷനിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. എൻ്റെ അച്ഛൻ നാരായണപിള്ള, അമ്മ അമ്മക്കുട്ടിയമ്മ. ഞങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എൻ്റെ മൂത്ത ഒരാൾ ചേച്ചിയുടെ പേര് വത്സലകുമാരി. എൻ്റെ താഴെ 2 ആൺ സഹോദരന്മാരാണ്, ബാബു, സ്തോത്രം, പിന്നെ രാജേഷ്, സൗമ്യ. അങ്ങനെ ഏറ്റവും ഇളയ ആളാണ് സൗമ്യ. അങ്ങനെ ഞങ്ങൾ 5 പിള്ളേരാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഹൈന്ദവ ആചാരപ്രകാരം തന്നെ ഒരു ഹിന്ദു യാഥാസ്ഥിതിക കുടുംബത്തിലാണല്ലോ ഞാൻ ജനിച്ചത്. ആ ആചാരപ്രകാരമുള്ള എല്ലാ വിശ്വാസ സംഹിതകളും ഞങ്ങൾക്ക് ചെറുപ്രായം തൊട്ടേ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് അടിച്ചു തളിച്ച് നിലവിളക്ക് വെച്ച് എല്ലാവരും കൂടെ വീട്ടിൽ അന്നേരമുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് നിർബന്ധമായിട്ടും നാമം ജപിച്ചതിന് ശേഷമേ ഭക്ഷണം വിളമ്പത്തുള്ളൂ. അതുപോലെ തന്നെ ഓണം, വിഷു, വാവ്, സംക്രാന്തി, അങ്ങനെ 1-ാം തീയതി, എല്ലാ മാസവും 1-ാം തീയതി നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളാണേലും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന എല്ലാവരും പോയിരിക്കണം. അതൊരു ഭയങ്കര നിർബന്ധമാണ്. അതിനും കുറച്ച് ചടങ്ങുകളുണ്ട്. സാധാരണ രീതിയിൽ ഇന്ന് പോകുന്നത് പോലെയൊന്നും അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ കയറ്റത്തില്ല. നമ്മൾ തലേദിവസം തന്നെ തോട്ടിൽ പോയി മുങ്ങി കുളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ കൊണ്ടുപോകാനുള്ള എല്ലാ ഡ്രസ്സും, നമ്മൾ ഇടുന്ന ഡ്രസ്സും എല്ലാം കൂടെ ഒന്നിച്ച് വെള്ളത്തിന്റെ ആഴത്തിലേക്ക് പോയി മുങ്ങും. എന്നിട്ട് ആ ഡ്രസ്സെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ കരയിലോട്ട് കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തും തൊടത്തില്ല. ആ കടവിൽ ആരെങ്കിലും കുളിക്കുന്നുണ്ടെ മാറി അവരലക്കുന്നൊന്നും അങ്ങനെ തെറിപ്പിക്കത്തുമില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ഭയം ഉള്ളത് കൊണ്ട് മുങ്ങി കയറി ഒരാൾ വരുന്ന കാണുമ്പോൾ എല്ലാവരും അങ്ങ് മാറും. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നെങ്കിൽ ഏതെങ്കിലും ചായപടിയിൽ അല്ലെങ്കിൽ പുറത്ത് മുറ്റത്ത് എവിടെയെങ്കിലും ഉണങ്ങാനിട്ടിട്ട് രാവിലെ പിന്നെയും എഴുന്നേറ്റ് രാവിലെ പോയി കുളിച്ചിട്ട് ആ ഈറിനെടുത്തോണ്ട് വന്ന് എങ്ങും തൊടാതെ ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുത്തെ തീർത്ഥവും പ്രസാദവും ഒക്കെ കഴിച്ച് വീട്ടിൽ വന്നതിന് ശേഷമേ നമ്മൾ വെള്ളം കുടിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. അതുപോലെ കർക്കിടക മാസമാകുമ്പോഴത്തേക്കും എല്ലാ വർഷവും രാമായണ പാരായണം അത് അമ്മയാണ് വായിക്കുന്നത്.
ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ദേവന്മാരെ കുറിച്ചും അസുരന്മാരെ കുറിച്ചും ഒക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ല ഭക്തിയുടെ അന്തരീക്ഷം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ദേവന്മാര് നല്ലത് ചെയ്യുന്നതും അസുരന്മാര് നിഗ്രഹിക്കുന്നവരുമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഈ അസുരന്മാരായിട്ടുള്ളവരെ നമ്മൾ വെറുക്കുകയും ദേവന്മാരോട് കൂടുതൽ ഭക്തിയും സ്നേഹവും കാണിച്ച് അങ്ങനെ നമ്മൾ ത്രിമൂർത്തി സങ്കല്പം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, അങ്ങനെ ആ ഒരു സങ്കല്പത്തിൽ പോയി നമ്മൾ നന്മ ചെയ്യുകയും ദാനധർമ്മം ചെയ്യുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്താൽ നമുക്ക് മോക്ഷത്തിൽ ചെല്ലാം. അതായത് സ്വർഗം എന്ന് പറഞ്ഞാൽ, മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന പോലെ സ്വർഗത്തെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും നമുക്കൊരു പുനർജന്മമുണ്ട്. അത് മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം. ആ ജന്മം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലത് തന്നെ ചെയ്ത് എപ്പോഴും ദൈവഭക്തിയോടും ഭയത്തോടും ഒക്കെ ഇരിക്കണം. ഇങ്ങനെയാണ് ഞങ്ങൾ വളർന്നു പോകുന്നത്. സ്തോത്രം. എന്നാൽ സ്തോത്രം, എൻ്റെ ബാല്യകാലം ഞാൻ പ്രീഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വിവാഹമായി. പ്രീഡിഗ്രി കഴിഞ്ഞ് കുറച്ച് നാള് തയ്യലൊക്കെ പഠിക്കാനായിട്ട് പോയി. എനിക്ക് നേഴ്സിങ്ങിന് പഠിക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ എൻ്റെ താഴെ കുഞ്ഞുങ്ങളെ, എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനും അമ്മ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്, താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് കെയർ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് എനിക്ക് പിന്നീട് പഠിക്കാൻ പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ തയ്യലൊക്കെ പഠിക്കുമായിരുന്നു. അങ്ങനെ എനിക്കും 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷവും 1.5 വർഷം, 6-ാമത്തെ മാസം 7-ാമത്തെ മാസത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് ഞാനിപ്പോൾ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നെ വിവാഹം കഴിച്ചത് പാല 12-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റ് ക്ലാർക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് ഞാനിങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചങ്കിനകത്ത് ഇങ്ങനെ ഉറങ്ങിക്കഴിയുമ്പം ചങ്കിന് നേരെ പുറത്തൊരു വേദന പോലെ എനിക്ക്. ആ സമയത്ത് എനിക്ക് പ്രത്യേക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഞാൻ ഈ സിമെൻ്റിൽ നിലത്ത് പായിട്ട് കിടന്നു കുറച്ച് നാളായിട്ട്. കാരണം ശബരിമല സീസൺ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് വെക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കട്ടിലെ കിടക്കാതെ താഴെ പായിട്ടിങ്ങനെ നിലത്ത് കിടക്കുവാനിടയായി. അപ്പം ഞാൻ വിചാരിച്ചു തണുപ്പ് അടിച്ചത് എനിക്ക് പറ്റിയില്ല എന്ന് വിചാരിച്ച് ഞാൻ എണീറ്റിങ്ങനെ കാല് നീട്ടി പായായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേനും അതികഠിനമായ വേദന അധികമായിട്ട് കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിൽക്കാനും മേലെ ഇരിക്കാനും മേലെ ഒന്നും മേലെ. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ ഈ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയ കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നത്. അത്രയ്ക്കും അതികഠിനമായ വേദനയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മെറ്റേണിറ്റിയിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. അവരെന്തൊക്കെയോ മരുന്നുകളൊക്കെ ചെയ്തിരുന്നാലും വേദനയ്ക്കൊന്നും ഒരാശ്വാസവും കുറവും ഉണ്ടായില്ല. രാത്രി ഏകദേശം ഒരു 2 മണി, ഏകദേശം രാത്രി 11:30 മണിക്കാണ് എനിക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. എൻ്റെ വീട്ടിൽ വെച്ച് പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് ഏകദേശം രാത്രി ഒരു 2 മണിയൊക്കെ ആയി. എൻ്റെ എളിയിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പം സൂചി കയറുന്ന അറിയുന്നില്ല. അപ്പോഴേക്കും കാലിൻ്റെ ഈ എലിയുടെ ആ ഭാഗം വരെയും കാലിൻ്റെ പെരുവിരൽ തൊട്ട് എന്തോ ഒരു മരവിപ്പ് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി വരുന്നത് പോലെ നമുക്ക് തോന്നാന്ന് പറഞ്ഞാൽ അത്ര അതികഠിനമായ ചങ്കിൻ്റെ വേദന. കാല് ഇങ്ങനെ ആ മരവിപ്പ് കയറുന്ന അനുസരിച്ച് 2 കാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അടർന്ന് മാറിപ്പോകുന്നത് പോലുള്ള അതികഠിനമായ വേദന. അങ്ങനെ വെളുപ്പിൽ ഒരു 4 മണി ആയപ്പോഴേക്കും ആ വേദന എൻ്റെ ഈ ചങ്കിൻ്റെ ഭാഗം വരെയും, അതായത് നട്ടലിൻ്റെ T4 ലെവലിൽ, സുഷുമ്നാ നാഡിയുടെ T4 ലെവൽ വരെ ബാൻഡായിട്ട് ഇങ്ങനെ സ്തംഭിച്ചു പോകാനിടയായി. അപ്പോഴേക്കും പെട്ടെന്ന് എന്നോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അവിടുന്ന് വേഗം റെഫർ ചെയ്തു. പെട്ടെന്ന് അവർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴേക്കും എൻ്റെ ഈ 2 കൈകളും ഇങ്ങനെ മരവിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കൈ മരവിക്കുന്നു. അപ്പോൾ പറഞ്ഞു, മോളെ ഇവിടെ വന്നല്ലോ, ഇനിയിപ്പം ഞങ്ങളത് മേളിലേക്ക് കയറാതെ നോക്കിക്കോളാം, എന്നാൽ ഈ വന്നത് 1-2 ദിവസം കൊണ്ട് അത് ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. അപ്പം ഈ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞപ്പം
വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വേദന അങ്ങ് കുറഞ്ഞു. പക്ഷെ ശരീരം ഒന്നും അനക്കാൻ മേല. മോഷൻ, യൂറിൻ എല്ലാം സ്തംഭിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഏകദേശം 61 ദിവസത്തോളം ഈ അവസ്ഥയിൽ ഞാൻ ശരീരം മുഴുവൻ സ്തംഭിച്ചു. കൈകളൊക്കെ അനക്കാം എന്നല്ലാതെ ഏറ്റിരിക്കാനോ അങ്ങോട്ട് ഒന്നും നമുക്ക് പറ്റാത്ത ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഒരു മധ്യത്തിൽ അങ്ങനെ 61 ദിവസം അവിടെ കിടക്കുവാനിടയായി. ഈ സമയത്ത് ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ 4-5 ദിവസം ആയില്ല, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അബോർഷനായിട്ട് ഈ തനിയെ ഇങ്ങനെ പോകാനിടയായി. വീണ്ടും അത് കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ സിക്കായി. അങ്ങനെ ആദ്യമായി മെഡിക്കൽ കോളേജിൽ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞപ്പം ഒരു കട്ടിലേൽ ഇങ്ങനെ കിടത്തിയിട്ട് ആ കട്ടില് നമ്മുടെ ചങ്കയിൽ തലയണ വെച്ച് കാലിന്റെ മുട്ടിലൊക്കെ 2 തലയണയും വച്ച് കെട്ടിയിട്ട് കട്ടിലിങ്ങനെ കറക്കി ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ചാരി നിർത്തും. അതായത് ഒരു ഡെഡ് ബോഡി എങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നോ അതുപോലെ സപ്പോർട്ടിൽ ഇങ്ങനെ നിർത്തിയപ്പോൾ എനിക്ക് എൻ്റെ 2 കണ്ണുകളും തുറന്ന് ഈ ശബ്ദങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ, അല്ലെ ഈ ശബ്ദം കേൾക്കാം, പക്ഷെ പ്രകാശം ഒട്ടും കാണാൻ കഴിയാത്ത കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. എന്നാൽ ഇങ്ങനെ കിടക്കുന്ന ഒരവസരത്തിൽ ഒരു ദൈവിക എൻകൗണ്ടർ എൻ്റെ മേൽ വരുവാനിടയായി. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഒരു 3 മണി സമയത്ത്, ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു മെലിഞ്ഞിട്ടൊരു പ്രായമുള്ള ഒരു അപ്പച്ചൻ, നല്ല വെള്ള ഷർട്ടും മുണ്ടൊക്കെ ഇട്ട്, എന്നാൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നമുക്ക് പറയത്തക്ക ഒരു പ്രത്യേകതയില്ല. ഒരു സാധാ ഒരു അപ്പച്ചൻ, നല്ല വെളുത്താണ്, ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ഇത്ര എനിക്ക് ഒരു ഓർമ്മയിലുള്ളൂ. പെട്ടെന്ന് എൻ്റെ കട്ടിലിൻ്റെ അടുക്കുവെന്ന് വെച്ച് എന്നോട് ഏറ്റൊന്ന് അമ്മയോട് ചോദിച്ചു, എന്ത് പറ്റിയതാണോ എന്തോ ചോദിച്ചെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കത് അത്രത്തോളം ഈ അസുഖത്തിന്റെ കാഠിന്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പെട്ടെന്ന് എൻ്റെ കട്ടിലേക്ക് ഒരു പേപ്പർ, ഒരു ട്രാക്റ്റാന്ന് അറിയത്തില്ല, ഒരു നോട്ടീസ് പോലെ ഒരു പേപ്പർ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. പുള്ളി അങ്ങോട്ട് പോയി. ഒന്നും വേറെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ചിന്തിക്കുക, വയ്യെങ്കിലും പിന്നെ യേശു സൗഖ്യമാക്കുമെന്ന് പറയാൻ കാരണം, അപ്പൊ ഞാൻ ഇത്ര നാളും സേവിച്ചതും ആരാധിച്ചതും ഒക്കെ പോകുന്ന ദൈവങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ശിവസങ്കല്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം നമുക്കങ്ങനെ ഇഷ്ടമുള്ള ദേവന്മാരെ നമുക്ക് കൂടുതൽ സ്നേഹിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നടത്തി തരും എന്നൊക്കെയുള്ള വിശ്വാസം. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഞാൻ ഈ ത്രിമൂർത്തി സംഘം ഒരു വിശ്വാസത്തിലാണല്ലോ, എന്നാൽ എന്തുകൊണ്ടാണ് യേശു സൗഖ്യമാക്കുമെന്ന് പറയുന്നേ? അപ്പൊ ഞാൻ അപ്പൊ തന്നെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഞാൻ സേവിച്ചും ആരാധിച്ചും ഒന്നും പോകുന്ന ദൈവം അല്ലേ, ഇതിന് യേശുവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്? അതെല്ലാം ഇങ്ങനെ പകല് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. 3 മണി സമയം തൊട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി 8 മണി കഴിഞ്ഞ് ഏകദേശം ഒരു 9-9:30 ആയപ്പോഴത്തേനും ആദ്യം ഉണ്ടായതുപോലെ പെട്ടെന്ന് ഒരു ചങ്കിന് വേദന എനിക്ക് അതികഠിനമായിട്ട് വന്നു. ഡോക്ടർമാർ വന്നു, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞാനിങ്ങനെ മയങ്ങുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുവാനിടയായി. വലിയൊരു കറുത്ത ഒരു സ്ക്രീന്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബോർഡ് ഉണ്ടല്ലോ, കറുത്ത ബോർഡിന് ആ ബോർഡ് ഒരു സ്റ്റാൻഡേ വെക്കുന്ന എന്ന് പറഞ്ഞതുപോലെ ഒരു കറുത്ത സ്ക്രീന് ഇങ്ങനെ നടന്ന് അടുത്തടുത്ത് കുറച്ച് ദൂരെ ഇങ്ങനെ നടന്ന് അടുത്ത് വന്ന് എൻ്റെ കാലയിൽ വന്ന് സ്പർശിച്ചു. വന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒന്നും കാണാനില്ല, കറുത്ത ഒരു തിരശ്ശീല പോലെ ഒരു സ്ക്രീൻ ഇങ്ങനെ വന്ന് വന്നു. അതിങ്ങനെ പയ്യെ സ്ലോ ആയിട്ട് വന്ന് എൻ്റെ ചങ്കിൻ്റെ ഇവിടം വരെ വന്നു. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഞാൻ മരിക്കാൻ പോകുവാണ്. പെട്ടെന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നൊരു ചിന്ത. അപ്പം ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും, ഇതെന്താ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ ക്രിസ്ത്യൻസിനല്ലേ അറിയത്തുള്ളൂ, ഹിന്ദുക്കൾക്കൊന്നും അറിയത്തില്ല എന്താ ഇങ്ങനെ വെച്ചാൽ. എന്നാൽ ഞങ്ങളുടെ ചെറുപ്രായത്തില് ഇങ്ങനെ ഒത്തിരി ഈ മതഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും അതുപോലെ ഭിത്തിയിലൊക്കെ ഈ കലണ്ടറൊക്കെ ദേവന്മാരുടെ കലണ്ടർ, അതിൻ്റെ കൂടെ അസുരന്മാരുടെയും കാണും,
പിന്നെ ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ച് നമുക്കിതൊക്കെ കാണുമ്പോൾ അപ്പം നരകത്തിൽ പോയാൽ അട്ടയുണ്ട്, പാമ്പുണ്ട്, പുഴുവുണ്ട്, അതിൻ്റെ എല്ലാം മധ്യത്തിൽ കൊണ്ടൊക്കെ കിടത്തും. അവിടെ ഇങ്ങനെ അട്ടയൊക്കെ നമ്മളെ തീറ്റിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ഭയപ്പെട്ടിരിക്കും. അപ്പം തന്നെ അപ്പൊ എനിക്ക് ഏകദേശം ഒരു 4-5-6 വയസ്സുള്ള സമയത്താണ്. അപ്പൊ തന്നെ ഞാൻ തീരുമാനം എടുത്തു, അയ്യോ ഞാനിനി ഈ അട്ടയൊന്നും തിന്നാനായിട്ടോ ഈ പാമ്പുകളുടെ കൂടെയൊന്നും കിടക്കാൻ ഞാൻ വരത്തില്ല, ഞാൻ സ്വർഗത്തിൽ തന്നെ പോകുമെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ചുകൂടി ഭക്തി കൂടി. അപ്പം ഈ ഈ ദർശനം കണ്ടപ്പോഴും ഞാൻ എന്തായാലും എനിക്ക് സ്വർഗത്തിൽ പോകണം. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏത് ദൈവത്തെ വിളിക്കണം? അപ്പൊ ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന ദൈവങ്ങളൊന്നും ദൈവം അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എൻ്റെ സ്വർഗം നഷ്ടമാകത്തില്ലേ? അപ്പൊ ഞാൻ എന്നാന്ന് ചോദിച്ചാല്, വിഷ്ണു ആണോ ദൈവം? അതോ ശിവനാണോ? അതോ ബ്രഹ്മാവാണോ? അതോ യേശുവാണോ? അതോ അള്ളാഹുവാണോ? ഇങ്ങനെ ഒത്തിരി ചിന്തകൾ എൻ്റെ ഹൃദയത്തേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ദൈവമേ എന്ന് വിളിച്ചു. അപ്പൊ ദൈവമേ എന്ന് വിളിക്കാനുള്ള കാരണം, ആരാണ് ദൈവം എന്ന് എനിക്കറിയത്തില്ല. ആര് ദൈവമായാലും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ശരിയാണല്ലോ. കാരണം നമ്മൾ നമ്മുടെ പിതാവിനെ പപ്പ എന്നോ അച്ഛ എന്നോ അല്ലെങ്കിൽ ബാപ്പയെന്നോ എങ്ങനെ വേണേലും വിളിച്ചാലും പിതാവ് പിതാവ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ദൈവമേ എന്ന് ഇങ്ങനെ വിളിച്ചു. പ്രിയമുള്ളവരെ, ഈ 116 സങ്കീർത്തനത്തില് 3-4 വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ കടന്നു പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. എൻ്റെ നിലവിളി സ്വർഗത്തിൽ, പ്രാർത്ഥന, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ച് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പം എന്തായാലും എൻ്റെ പ്രാർത്ഥന സർവശക്തനായ ദൈവം കേട്ടു. ഞാൻ വിളിച്ച് ആ വിളി സ്വർഗത്തിൽ കേട്ടു. പെട്ടെന്ന് ആ നിമിഷം തന്നെ എൻ്റെ റൂമിൽ ഒരു വലിയ പ്രകാശം അങ്ങോട്ട് വിളിച്ചു. പ്രകാശത്തിനകത്ത് എനിക്കൊരു സിമ്പല് കർത്താവ് തന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചുറ്റുപാടും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരു വീടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പാരമ്പര്യ വേഷമായ അവിടുത്തെ അമ്മച്ചി ചട്ടയും മുണ്ടൊക്കെ ഇടുന്നത്. അപ്പൊ ഇതുപോലെ ഒരു അമ്മച്ചിയെ നല്ലൊരു കുറ്റിക്കാട തേയിലകളും, ഈ തേയിലയൊക്കെ വെട്ടി നിർത്തുന്നത് പോലെ, അല്ല ഇപ്പോഴത്തെ നമ്മുടെ മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലുള്ള കുറ്റിച്ചെടികളുടെ ഇടയിൽ നല്ല പല കളറുകളുള്ള ബൾബുകള്, മഞ്ഞ, പച്ച, ചുമല, ഇങ്ങനെ ഒത്തിരി ബൾബുകൾ പ്രകാശിച്ച് നിൽക്കുന്ന ഒരു വലിയ ഉദ്യാനം. ആ ഉദ്യാനത്തിനകത്തൂടെ ഒരു അമ്മച്ചി പാട്ടുമൊക്കെ പാടി. പാട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ടും പാടി അമ്മച്ചി ഇങ്ങനെ നടന്നു പോകും. ഞാനും പെട്ടെന്ന് ഈ അമ്മച്ചിയുടെ കൂടെ അങ്ങ് പോകും. അപ്പോഴേക്കും ഈ പ്രകാശം ഉദിച്ച് ഈ ഉദ്യാനം കണ്ടപ്പോ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന ആ ഇരുട്ടിന്റെ ശക്തികള് തനിയെ പുറകോട്ട് മരണ യോർദാൻ അതിന്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് പിൻവാങ്ങി. ഇപ്പോഴും നമുക്ക് വചനമൊക്കെ അറിയാം, അന്ന് ഇതൊന്നും അറിയത്തില്ലോ. പക്ഷെ ഇത് പിൻവാങ്ങുമെന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് ഇങ്ങനെ വന്നതുപോലെ തന്നെ സ്ലോ ആയിട്ട് ഇത് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഈ അമ്മച്ചിയുടെ കൂടെ അങ്ങനെയായി. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, എൻ്റെ ചങ്കുവേദനയെല്ലാം മാറി, ഞാൻ വലിയ സന്തോഷത്തിലായി. എന്നിട്ട് ഞാൻ ഇത് ആരോടും പറയാതെ രഹസ്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ തന്നെ വെച്ചോണ്ടത്. കാരണം എന്താണെന്നൊന്നും മനസ്സിലായില്ലല്ലോ. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു പോയി, മാറി മാറി ട്രീറ്റ്മെന്റുകൾ നടത്തുന്നു. എൻ്റെ ജീവിതത്തിൽ അന്ന് ചെയ്യാവുന്നതായ എല്ലാ ട്രീറ്റ്മെന്റുകളും, ഇംഗ്ലീഷ് മരുന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് പേര് വന്ന് പറയും ആയുർവേദം ചെയ്താൽ, തിരുമൊക്കെ ചെയ്താൽ എഴുന്നേക്കൊന്നും, അങ്ങനെ ആയുർവേദം ചെയ്യും. അത് കഴിഞ്ഞ് അതിനോടിടയ്ക്ക് തന്നെ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് പ്രാണി ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, ഈ മാഗ്നറ്റിക് തെറാപ്പി ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് തെറാപ്പി ചെയ്തിട്ടുണ്ട്, പിന്നെ സിദ്ധവൈദ്യം, ആയുർവേദം, അങ്ങനെ ഒരുപാട് ഹോമിയോ, ഇങ്ങനെ പല പല ട്രീറ്റ്മെന്റുകൾ മാറി മാറി ചെയ്തു നോക്കി. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഡോക്ടർമാർ വരുന്നവരെല്ലാം പറയും, ഞാൻ ഓരോ ഡോക്ടർമാരും വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയാവസ്ഥയിൽ നോക്കുമ്പോഴത്തേനും പറയും, മോളെ പെട്ടെന്ന് ഇത് അടുത്ത ദിവസം എഴുന്നേക്കാൻ കേട്ടോ, ഇപ്പൊ ഇത് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് എൻ്റെ അമ്മയോട് പറയാ, അമ്മക്കുട്ടിയമ്മ എന്നാണല്ലോ എൻ്റെ അമ്മയുടെ പേര്, അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, അമ്മക്കുട്ടിയമ്മ 6 മാസം വേണമെന്നാ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാനൊന്ന് ഉള്ളൊന്ന് ഞെട്ടിപ്പോയി. ഞാൻ ആ കിടന്ന കിടപ്പിൽ തന്നെ ഒത്തിരി ഞങ്ങളുടെ ക്ഷേത്രങ്ങളില്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ
എന്ന സ്ഥലത്ത്. അവിടെ ആ ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ പ്രധാന വഴിപാടുകളൊക്കെ നേർന്നു. അവിടെ ഒരു താലപ്പൊലി എടുക്കാം, ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ നേർന്നു. അതുപോലെ അവിടെ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയുണ്ട്, അവിടെ ഗീവർഗീസ് പുണ്യാളനായിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഞങ്ങൾ അരിത്ര വെല്ലിച്ചൻ എന്നൊക്കെയാ പറയുന്നത്. കാരണം അതൊരു സങ്കല്പം, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം ഞാനപ്പോൾ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ഞാൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സത്യം പറയണ എൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞേച്ച് അവിടുന്ന് നേരെ ഈ വെള്ളിയാഴ്ച അവിടെ ഒരു നൊവേനയുണ്ട്, അത് കൂടാനായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ പോയപ്പം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ പേരപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേരപ്പ ഞാൻ അമ്പലത്തിൽ പോയിട്ടാ, പള്ളിയിലും കൂടെ ഒന്ന് കയറട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു, അതെന്തിനാ പള്ളിയിൽ പോകുന്നേ? നമ്പൂതിരിയുടെ അടുക്ക് പോയി നീ കാണിക്ക് ഇട്ടച്ച് ഇങ്ങോട്ട് പോരണം, പള്ളിക്കകത്തോട്ടൊന്നും കയറിയേക്കല്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് പള്ളികളെ കുറിച്ചുള്ള അറിവ്. എൻ്റെ ആളുകൾക്കും അത്രയുള്ള അറിവുകളേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്തോത്ര നേർച്ചകൾ, കാഴ്ചകൾ ഈ അരിത്ര പള്ളിയിലും ഈ കിടപ്പ് കിടന്നുകൊണ്ട് 7 നൊവേന കൂടാം, അങ്ങനെയൊക്കെ നേർച്ച. പക്ഷെ ഒരു നേർച്ചകൾക്കും കാഴ്ചകൾക്കും ഒരു ട്രീറ്റ്മെന്റിനും എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള ജീവിതം അങ്ങോട്ട് ഏറെ കഷ്ടതയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ മെഡിക്കൽ കോളേജിന്റെ തന്നെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പക്ഷേ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് നവജീവൻ തോമസ് ചേട്ടൻ. അപ്പൊ അദ്ദേഹം താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ ഒരു ഭിത്തിയുടെ ഇടയുള്ളൂ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഞാന് സന്ധ്യയാവുമ്പം കിടന്ന കിടപ്പിലാണെങ്കിലും ഇങ്ങനെ സന്ധ്യനാമവും ഹരിനാമ കീർത്തനം എല്ലാം ഇങ്ങനെ ചൊല്ലുമ്പോൾ അപ്പുറത്ത് 4 പിള്ളേരുണ്ട്. ആ പിള്ളേര് അവര് മാതാവിന്റെ പ്രാർത്ഥനയും കൊന്തയും. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ മുറി ഇരുന്നുകൊണ്ട് ഹിന്ദുക്കളുടെ വിളിച്ച് ഭയങ്കര കീർത്തനം, അപ്പുറത്ത് അവിടെ ക്രിസ്ത്യൻസിന്റെ. അങ്ങനെ അത് കഴിയുമ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും ആ തോമസ് ചേട്ടൻ എൻ്റെ അടുക്ക് വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ജയകുമാരി നമുക്ക് കോട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോവുകയാണെങ്കിൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത് സാമ്പത്തികം എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓർത്ത് അവിടെ പോകണമെങ്കിൽ എത്ര രൂപ കൂടി വന്ന ഒരു 2000 രൂപ മതി, എന്നാൽ പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാമല്ലോ ഓർത്ത് അവിടെ പോയി. അവിടെ എന്നെ തോമസ് ചേട്ടന്റെ ചെലവിൽ ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി 7 ദിവസം അവിടെ ഇരുന്നു. അപ്പൊ അവിടെ വെച്ചും ദൈവത്തിന്റെ ഒരു ദൈവിക ഗൈഡൻസ് എനിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെയാണ് ഒരു വചനം പറഞ്ഞത്, നിങ്ങളുടെ സകല പാപങ്ങളും എൻ്റെ മേൽ ഇട്ട് തരിക, അത് ഞാൻ ചുമന്നുകൊള്ളാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, ദൈവമേ ഇവിടെ ഇപ്പൊ എത്ര പേര് കൂടിയിട്ടുണ്ട്, ഈ ലോകത്തിൽ എത്ര പേരുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് എന്നൊക്കെ അവിടെ ഓരോ വചനങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അന്ന് അറിയത്തില്ല. ഞാൻ ഓർത്തു, ദൈവമേ എൻ്റെ തന്നെ പാപം ഞാനൊരു ഭാണ്ഡത്തിൽ ഇങ്ങനെ കെട്ടിയാൽ ഇങ്ങനെ എന്തുമാത്രം ഉണ്ട്, എൻ്റെ തലയിൽ എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പാപങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ഈ ലോകത്തിന്റെ പാപം മുഴുവൻ ചുമക്കാമെന്ന് പറഞ്ഞ ആളാരാണ്, ഈ യേശു ആരാണ് എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു. പിന്നെ ആ ഒരു ചിന്ത തന്നെയായി. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു വലിയ ദൈവിക സന്തോഷം കിട്ടി. അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു, യേശുപ്പച്ച നീ എന്നെ സൗഖ്യമൊക്കെ ഇങ്ങനെ, യേശുവെ നീ എന്നെ സൗഖ്യമൊക്കെ ആക്കിക്കോ. പക്ഷെ ഞാനാ അപ്പം എനിക്കൊരു സത്യസന്ധതയുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. നമ്മൾ അവിടുന്ന് യേശുവിനോട് കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞേച്ച് പെട്ടെന്ന് മതം മാറാന്നൊക്കെ പറഞ്ഞേച്ച് വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ സൗഖ്യമാക്കിക്കോ, പക്ഷെ ഞാൻ അമ്പലത്തിൽ പോകും, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേച്ച് വീട്ടിൽ വന്നെങ്കിലും എനിക്ക് യാതൊരുവിധ ശാരീരിക സൗഖ്യങ്ങൾ, ഉള്ളിലൊരു സന്തോഷം ഉണ്ടായെന്നല്ലാതെ ഒരു സൗഖ്യം ഉണ്ടായില്ല. അങ്ങനെ ദീർഘവർഷങ്ങളോളം ട്രീറ്റ്മെന്റുമായി. അപ്പോഴേക്കും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള് കുടുംബത്തിൽ, പിന്നെ ഭയങ്കര അസ്വസ്ഥത. കാരണം ഇളയ പിള്ളേർക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് 2 വർഷത്തോളം ജോലിയെല്ലാം കഴിഞ്ഞ് വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ നിന്നു. അങ്ങനെ വീട്ടില് പിന്നെ പപ്പ ഡ്രൈവറായിരുന്നു, എന്തെങ്കിലും ജോലി അത് അങ്ങനെയുള്ള ഒരു വരുമാനങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ എന്നെ നോക്കി എൻ്റെ താഴെയുള്ള സഹോദരങ്ങള്, കുഞ്ഞുങ്ങള്, അവർക്കും ഒരു നല്ല വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാൻ കഴിയുന്നില്ല. ഞാൻ കാരണം ഈ കുടുംബത്തൊരു ഒരു അഭിവൃദ്ധിയിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെയാണല്ലോ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഈ കുടുംബത്തിനൊരു നാശമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ മരിക്കും?
മരിച്ചു കിടക്കുമല്ലേ, 80% മരിച്ച് കട്ടിലേ കിടക്കുന്നത്, നമുക്കൊന്ന് എണീറ്റ് പോയിട്ടൊന്നും മരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ ആരും ഇല്ലാത്ത സമയം നോക്കി ഒരു ബ്ലേഡ് എടുത്ത് കൈയുടെ ഇവിടെ കണ്ടിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ മരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാനൊരു ഭയം, ഒരു പേടി. പിന്നെ ഞാനിങ്ങനെ എണീക്കാനായിട്ട് ഇങ്ങനെ ഈ കയറിട്ടിട്ടുണ്ട് ഈ മേളില്. അപ്പൊ എനിക്കിങ്ങനെ പിടിച്ചെഴുന്നേക്കാം, തന്നെ എഴുന്നേക്കാൻ മേല, കയറെ പിടിച്ചിട്ട് വേണം എഴുന്നേറ്റിരിക്കാൻ. എന്നാൽ ഇതിങ്ങനെ കഴുത്തലൊക്കെ ഇടാന്നൊക്കെ ഞാനിങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ കട്ടിലേ കിടക്കുന്നതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പിന്നെ എനിക്ക് ഒരു ഭയങ്കരമായിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്. അമ്മയ്ക്കും അത് എല്ലാവർക്കും അറിയായിരുന്നു, സഹോദരങ്ങൾക്ക്. അപ്പം ഇവരുടെ അമ്മ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട്, കടയിലൊക്കെ പോയിട്ട് ഓടി വരുന്നത്, സാധനം കൈ പിടിച്ചുകൊണ്ട് ഓടി വരുന്നത് എൻ്റെ അടുത്തോട്ടാണ്, എൻ്റെ ഈ റൂമിലേക്കാണ്. അത് അന്നും അതെ, എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അതെ. ഏത് സ്ഥലത്ത് പോയാലും വെളിയിലോട്ട് പോകുന്നവരെല്ലാം വരുമ്പോഴും ഓടി എൻ്റെ റൂമിലേക്ക് വരും. അങ്ങനെ അമ്മയോടുള്ള, ഞാൻ മരിച്ചു പോയാൽ അമ്മ എന്ത് സങ്കടപ്പെടും എന്നൊക്കെ ഓർത്ത് ഞാൻ ആ ഉദ്യമം ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തൂടെ ട്രാക്റ്റീവായിട്ട് 2 സഹോദരന്മാർ വന്നു. അവര് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, എൻ്റെ മോള് വയ്യാതെ കിടക്കുക, ഒന്ന് കയറി വരാമോ എന്ന് ചോദിച്ചു. അല്ല, വയ്യാതെ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ ഞങ്ങളൊന്ന് കണ്ടോട്ടെന്ന് ചോദിച്ച് ഇവിടെ കയറി വന്ന് എൻ്റെ അടുക്ക ഒന്ന് വന്ന് നോക്കി എല്ലാം കണ്ടച്ച് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവര് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി. അപ്പം അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രത്യേകിച്ചൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷെ പിറ്റേ ആഴ്ച അതേ ദിവസം അവർ വന്ന് അന്ന് ഞാൻ സന്തോഷത്തോടെ എഴുന്നേറ്റ് ഭിത്തിയെ ചാരി ഇരുന്നിട്ട് ഞാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ആ ദിവസം നോക്കി ഇവരിങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഇവര് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഭയങ്കര സമാധാനമുണ്ട്. ഇവര് എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത സമാധാനം. അപ്പം ഞാൻ അന്ന് വരെ അനുഭവിക്കാത്ത സമാധാനം, ഒരു സന്തോഷം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഇവരെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഇവർ വരും, ഇടയ്ക്ക് പാട്ടൊക്കെ പാടും, പ്രാർത്ഥിക്കും, വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ബൈബിളൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു ബൈബിൾ ഉണ്ടെന്ന് തോന്നുന്നു, ആരോ തന്നെ. അങ്ങനെ എന്തായാലും കുറച്ച് പോട്ടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ ഒരു ബൈബിൾ കൊണ്ടു തന്നു, ഒരു POC ബൈബിള്, അതിവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് ഒരു ദിവസം ആ ബ്രദർ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാനപ്പം ഈ പൊട്ടൊക്കെ തൊട്ട്, കാര്യം വയ്യെങ്കിലും പൊട്ടുമൊക്കെ തൊട്ട് ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ടതാണ്. ഞാൻ പറഞ്ഞു, എന്നെ പറഞ്ഞ സ്നാനപ്പെടുത്തുന്നു, ഞാൻ സ്നാനപ്പെടുമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും സ്തോത്രം. ഈ വചനം പറഞ്ഞപ്പോൾ ഓർക്കുക, നിങ്ങളുടെ അപ്പത്തെ ഏറിയ നാൾ കഴിയുമ്പോൾ അത് പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ എവിടെ അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിത് ഈ അന്തരീക്ഷത്തിൽ ഇട്ടച്ചാ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്തരീക്ഷത്തിലിട്ടിട്ട് എന്താ പ്രയോജനം, ചേട്ടൻ രാജചേട്ടൻ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് സൗഖ്യമില്ലാത്തതുകൊണ്ട് ഭയങ്കരമായ നിരാശ വന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ നമ്മളിപ്പോ പോട്ടയിലൊക്കെ പോയി ഇവരും വന്ന് പ്രാർത്ഥിക്കണം, ഇപ്പൊ 2-3 വർഷമായല്ലോ, നമുക്കൊരു സൗഖ്യം കിട്ടില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊന്നും ഇത് എല്ലാം വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വീണ്ടും അമ്പലത്തിൽ പോകുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയി. അവിടെ പോയി എന്തോ ഒരു പുറകി വിളക്കോ, നെയ് വിളക്ക്, പുഷ്പാഞ്ജലി, പുറകി വിളക്ക്, അങ്ങനെ ഇവിടെ അടുത്തൊരു മുരുകക്ഷേത്രം ഉണ്ട്, അവിടെ ഒരു 7 ദിവസത്തെ ഷഷ്ടി വ്രതം എടുക്കാമെന്ന് ഞാൻ നേർന്നു. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു 14 ശിവപുഷ്പാഞ്ജലി ഏറ്റുമാനൂര് ശിവക്ഷേത്രത്തിൽ നേർന്നു. ഇങ്ങനെ നേർന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ 4 ഷഷ്ടിവ്രതം എടുത്ത് ഞാൻ. അപ്പോൾ ഈ ബൈബിള് ഈ ചേട്ടൻ ഈ 2 സഹോദരന്മാർ വന്ന് ബൈബിളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ എന്നോട് എന്നും പറയും, നിങ്ങൾ കുറച്ച് ബൈബിൾ വായിക്കാൻ പറയുന്നതാണ്. ഞാൻ ഇച്ചിരി ബൈബിൾ വായിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും സ്തോത്രം, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ തരപ്പെടും എന്നൊരു വചനം ഇങ്ങനെ വായിച്ചു വരുക. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാനിങ്ങനെ എവിടെയാ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? സ്തോത്രം. അപ്പൊ അന്വേഷിക്കാൻ പറഞ്ഞു, ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നത് എന്നൊക്കെ ഞാൻ പകലിങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം ഈ ഷഷ്ടിവ്രതം എടുക്കാൻ നേരത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, യേശുവാണ് ദൈവമെങ്കിൽ, ഈ ബൈബിൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, യേശുവാണ് ദൈവമെങ്കിൽ യേശു എൻ്റെ അടുക്ക വരണം, മുരുകനാണ് ദൈവമെങ്കിൽ എന്നെ ഈ 7 ഷഷ്ടി പൂർത്തിയായി കഴിയുമ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തണം. ഞാൻ 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ
ഓരോ മാസവും ഈ ഷഷ്ടി വ്രതത്തിന് 7 ദിവസം വ്രതം വേണം. ആ വ്രതത്തിന് മുമ്പ് മാത്രം അതുവരെയും ബൈബിൾ വായിക്കും. അല്ലാത്ത ദിവസം ഈ 7 ദിവസം ഈ ഇവിടുത്തെ കീർത്തനങ്ങൾ ചൊല്ലും. അങ്ങനെ 3 പൂർത്തിയായി. 4-മത്തെ ദിവസം പൂർത്തിയാകുന്നതിൻ്റെ 4-മത്തെ ആ മാസത്തിൽ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ട്. ആ ചർച്ചയിൽ നിന്ന് 3-4 പേര് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവരെ വീടുകൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അവിടെ കോട്ടയന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 2-3 ഒരു നായർ സമുദായത്തിലുള്ളയാളും പിന്നെ വേറൊരു നമ്പൂതിരി, അങ്ങനെ ഒരു പള്ളിയിലച്ഛൻ, അങ്ങനെ 3 പേര് വന്ന് അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവിടെ വരുവാണെങ്കിൽ ഈ സഹോദരി എഴുന്നേറ്റ് നടക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കിതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. എന്നെ അന്ന് നല്ലൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ എടുത്തു വേണം ഒരു 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 1/2 കിലോമീറ്ററിന് ഇപ്പുറം വരെ വാഹനത്തെ കയറ്റണമെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ എടുക്കണം. ഇവരെ എടുപ്പിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ 2 പേര് കൂടി അപ്പുറം ഇപ്പുറയും ഇങ്ങനെ കയ്യാൽ ഇങ്ങനെ പിടിച്ചാണ് എടുത്തോണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറയാനായിട്ട് എളുപ്പം, അതുകൊണ്ട് ഏതായാലും ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഇഷ്ടമില്ലാതെ ഇച്ചിരി പ്രയാസത്തോടു കൂടി അവരിറങ്ങിപ്പോയി. അവർ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ചിന്തിച്ചൊന്നു പോകാൻ പറ്റിയിരുന്ന നല്ലതായിരുന്നു, ഏതായാലും ഒന്ന് പോയി നോക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഉപവാസ പ്രവർത്തനയുടെ തലേദിവസം ആയപ്പോഴത്തേനും ഞാൻ ഉള്ളിൽ ഇങ്ങനെ അപ്പൊ എൻ്റെ അനുജത്തി ഉണ്ടല്ലോ, കൊച്ച സൗമ്യ, അവളോട് ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ഒന്ന് പോയ എങ്ങനെയാ. അപ്പൊ അവള് അന്നേരം ഒന്നും എന്നോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും തീരുമാനിച്ചു. അപ്പൊ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എൻ്റെ അവസ്ഥ എങ്ങനെയാന്ന്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഈ നട്ടലിന്റെ ഡിസ്കൊക്കെ തേയ്മാനം സംഭവിച്ചു, അവിടെ വേറെ ഇങ്ങനെ കിളുത്തൊക്കെ വരും, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇനി നിങ്ങൾ ഈ കാലിപ്പറും ഒക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാലിപ്പർ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് 2 വടി ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ക്രച്ചസ് വെച്ചിട്ട് ചാടി നടക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് റൂമിൽ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. എന്നാലും ഇതങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല, കാരണം നല്ലതായിട്ട് ഓടി നടന്നതല്ലേ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒന്നുകൂടെ പോയി ഡോക്ടറോട് നമുക്കൊന്ന് ചോദിക്കാം, ഒരു എക്സ്റേയും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ട് എന്താണ് കുഴപ്പം എന്ന് നമുക്കൊന്നറിയാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി ഫുൾ ബോഡി എക്സ്റേയും എല്ലാം എടുത്ത് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അസ്ഥികൾക്കൊന്നും തേയ്മാനമൊന്നും സംഭവിച്ചിട്ടില്ല, വേറെ അങ്ങനെയൊന്നും പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, മസിൽ പവർ ഇല്ലാത്തത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇനി ശരിയാവോ? അന്നേരം പറഞ്ഞു, 12 വർഷമായ സ്ഥിതിക്ക് ഇപ്പൊ 12 വർഷമായി, ഇനി അത് വരാൻ സാധ്യതയില്ലെന്നോ. ആ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി. ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനിച്ചു, ദൈവമേ എന്നാൽ ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. എന്തായാലും എന്നെ ബെഡിൽ നിന്ന് എടുത്ത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഈ ഓട്ടോറിക്ഷയിലേക്ക് എടുത്തിരുത്തി. അപ്പോൾ പോരുന്ന ഈ വഴിക്ക് ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, നമുക്ക് ആ സ്ഥലം ആ ചർച്ച് വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു. അന്ന് പോകാമെന്നും പറഞ്ഞ് എന്നെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി. അപ്പൊ അതിൻ്റെ തലേ ദിവസം ഇതെല്ലാം പല ചിന്തകളായിരുന്നു. അവർ വന്ന് ചെല്ലാൻ പറയുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനെ പറയുന്നു, അങ്ങനെയെല്ലാം ഇരിക്കുമ്പം അന്ന് രാത്രി ആയപ്പോഴത്തേനും ഞാനിങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ട് പിന്നെ ഞാൻ ബൈബിൾ എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ ഒന്നും നോക്കുന്നില്ല, യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് ഒരു തീരുമാനം അന്ന് രാത്രി പറഞ്ഞു. യേശു എന്നെ സൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞു. അത് എനിക്ക് അറിയാവുന്ന രീതിയിൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോകണം എന്ന് ഓർത്തെ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഞാനൊരു സഹോദരിയല്ലേ, അതുകൊണ്ട് എനിക്ക് രാത്രിയിൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കിടക്കാൻ ഒരു ഇടം തരണം, മറ്റുള്ളവരെ പേടിക്കാതെ കിടക്കാൻ ഒരു ഇടവും തരണം, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോലും വരുന്നില്ലെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് കിടന്നു. വെളുപ്പിനൊരു ഞാനിങ്ങനെ വലിയൊരു സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേക്കുവാണ്. പെട്ടെന്ന് ഈ റൂമിൻ്റെ കതക് തുറന്ന് ഒരു സഹോദരി ഇങ്ങോട്ട് കയറി വരിക. കണ്ടാൽ നല്ല ടീച്ചറിനെ പോലെ നല്ലൊരു പവറുള്ള അധികാരത്തിലുള്ള ഒരു സിസ്റ്റർ. അവരിങ്ങനെ വെള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് വേഗം ഇങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറേ ആൾക്കാരുണ്ട്. അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കയറി വന്ന ആ സഹോദരിയോട്.
അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചെന്റെ ദൈവം ഇവർ എൻ്റെ കുറ്റങ്ങളൊക്കെയാണ് പറഞ്ഞത്, എന്നെ ഇപ്പൊ വഴക്ക് പറയായിരിക്കും ഓർത്ത് ഞാനിങ്ങനെ പേടിച്ചിരിക്കുമ്പോ ആ സഹോദരി പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തേക്ക് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തി പിടിക്കുമ്പോഴത്തേനും അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, കർത്താവേ ഈ ലോകം ഞാൻ ആരെ ഏൽപ്പിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ ഷിവറിങ് ചെയ്യുവാണ്. ഈ കൈയുടെ ഇവിടം തൊട്ട് ഇവിടം വരെ മഞ്ഞിങ്ങനെ വന്ന് പറ്റിപ്പിടിച്ച് മഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് രണ്ട് കൈ ഇങ്ങനെ ഷിവർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ആ സഹോദരി ഓടി വന്ന് എന്റെ രണ്ട് കൈ കൂടെ ഇങ്ങനെ തലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തിരുമി ആ ബെഡിന്റെ അങ്ങനെ കൈ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തലോടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാന് അങ്ങോട്ട് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഈ ചങ്കിനകത്ത് എന്തോ അങ്ങ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഞാനങ്ങ് കരഞ്ഞ് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം ഈ പള്ളി മണി അടിക്കുന്ന ശബ്ദം കേട്ടു. എന്നിട്ട് പിറ്റേ ദിവസം എല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് നിൽക്കുന്നില്ല. എനിക്ക് ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. അപ്പോഴത്തേനും ഞാൻ ഈ അമ്മ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വായിക്കകത്ത് എന്തെങ്കിലും ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ അരയിന്ന് അറിയാതെ ഇരിക്കാൻ വേണ്ടി, എന്നാലും കണ്ണിക്കടെ കണ്ണുനീര് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അനിയത്തി, അവളൊന്ന് കൊച്ചാ, 17 വയസ്സേ ഉള്ളൂ. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, മോളെ നമുക്ക് ആ ചർച്ചിലൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ചേച്ചി, ഞാനിങ്ങനെ സ്വപ്നം കണ്ട കാര്യമൊക്കെ പറഞ്ഞു, ചേച്ചി യേശു സൗഖ്യമാക്കും, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുക്ക പോയി. എന്തായാലും ദൈവകൃപയാല് വന്ന വഴിക്ക്, അപ്പൊ അതിന്റെ പിറ്റേ ദിവസം ഷഷ്ടിവ്രതമാണ്, ക്ഷേത്രത്തിൽ ഉത്സവം. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തില് ഷഷ്ടിയിൽ തുടങ്ങുന്നതിന്റെ അന്നും അതിന്റെ തലേദിവസവും ഉപവാസം തുടങ്ങുന്നതിന്റെ തലേദിവസവും ഉള്ള ദിവസമായിരുന്നു ഞാൻ ചർച്ചിൽ ചെല്ലുവാനിടയായി. അപ്പൊ ചർച്ചിൽ അന്ന് പാസ്റ്ററിന്റെ വീട്ടിൽ കിടന്ന് പിറ്റേ ദിവസം രാവിലെ അവര് തന്നെ എന്നെ കുളിക്കാനൊക്കെ സഹായിച്ച് 4 പേര് കൂടി വീൽ ചെയറിൽ, ഇവിടെയാണ് എൻ്റെ ബ്രദർ തന്നെ എടുക്കും, അവര് 4 പേര് കൂടി കസേരയിലെടുത്ത് ചർച്ചിൽ കൊണ്ടുവന്നു. അപ്പം അവിടെ ആരാധന നടക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഞങ്ങൾ 4 പേരെ ഇവിടുന്ന് പോയത്, ഞാനും എൻ്റെ മാതാവ്, എൻ്റെ സഹോദരനെ, പിന്നെ അനിയത്തി. ഞങ്ങള് എൻ്റെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആ ചർച്ചിന്റെ ഗേറ്റ് കടന്നപ്പോൾ തൊട്ട് ഞാൻ അന്ന് വരെ ക്ഷേത്രത്തിലോ അല്ലെ മറ്റെവിടെ പോയാലും എനിക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക ഒരു ആത്മീയ അന്തരീക്ഷം എനിക്ക് ലഭിച്ചു. പിന്നെ ഇവരെന്നെ ഇങ്ങനെ എടുത്ത്, അപ്പൊ എനിക്ക് കസേരയിൽ ഇരിക്കാൻ മേല, അത്രത്തോളം ഞാൻ വീക്കാം. ഇങ്ങനെ താഴെ ഭിത്തിയുടെ സൈഡിൽ ഒരു തലയെണ്ണ ഇങ്ങനെ ചാരി വെച്ച് ഒരു ബെഡ് ഇട്ട് കാല് നീട്ടി ഞാനിങ്ങനെ ഇരിക്കുക. അങ്ങനെ എന്നെ കൊണ്ടിരുത്തി. അപ്പോൾ ഒരു ആരാധന കഴിഞ്ഞപ്പോൾ ഈ ആരാധനയുടെ മധ്യത്തില് കുറച്ച് ഒരു ലൈനിലെ സഹോദരന്മാര്, ഒരു സൈഡിലെ സഹോദരിമാരിരിക്കുന്നതിന്റെ ഏറ്റവും ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അത്ഭുതം യേശുവിൻ നാമം എന്നുള്ള പാട്ടാണ് പാടുന്നത്. ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഈ രോഗത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചൊക്കെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഈ പാട്ട് പാടുമ്പോഴത്തേനും എന്തൊക്കെയോ ഭയങ്കര അന്തരീക്ഷ മണ്ഡലത്തില് ഈ തട്ടുംപുറത്ത് തേങ്ങ പെറുക്കിയിടുന്ന പോലെ, വീണ മീട്ടുന്നത് പോലെ പല ശബ്ദങ്ങൾ, ഇങ്ങനെ പാട്ടിന്റെ ഈരടികൾക്കൊപ്പം പല മ്യൂസിക് ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അപ്പൊ തന്നെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഞാനിങ്ങനെ നോക്കുക, ഇതെന്താ ഇവിടെ ഇങ്ങനെ നടക്കാൻ കാരണം. ഞാൻ പെട്ടെന്ന് ഈ ദേവദാസന്മാരൊക്കെ ഇരുന്ന ഫ്രണ്ടിൽ പാടുന്നിടത്ത്, അപ്പൊ അവിടെ ഒരു കർട്ടനും കിടപ്പുണ്ട്, ഒരു ഫാനുമുണ്ട്. ഞാനോർത്ത് ഇതിന്റെ പുറകില് വല്ല മാസ് ഹിപ്നോട്ടിസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു ഇച്ചിരി ഇടവേള വന്നപ്പം പെട്ടെന്ന് ഈ അനിയത്തി എൻ്റെ അടുക്ക് വന്നു. അമ്മ ആദ്യം ഓടി വന്നിട്ട് പറഞ്ഞു, എടി ഇന്ന് ഞാൻ മാലാഖമാരുടെ സംഗീതം കേട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഞാനും കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് കഴിഞ്ഞ് അമ്മയും ഞാനും കൂടി ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ സൗമ്യ ഓടി വന്ന് പറയാ, അമ്മേ ഞാനും മാലാഖമാര് സ്വർഗത്തിൽ പാടുന്ന പാട്ട് കേട്ടു. ഞങ്ങൾ 3 പേരും, എന്നാൽ എൻ്റെ ബ്രദർ കേട്ടിട്ടില്ല, ഞങ്ങൾ 3 പേരും ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എടി ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, നീ ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോയ സമയത്ത് ഈ പുൾപിറ്റിന്റെ അവിടെ ചെന്ന് നോക്കി. അപ്പൊ അവിടെ ഒന്നുമില്ല, ചുമ്മാ നിലത്തിരുന്ന അന്ന് ആരാധിക്കുന്നത്, അല്ലാതെ മ്യൂസിക് ഉപകരണങ്ങളൊന്നുമില്ല, കൈയടിച്ച് ആരാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ആകപ്പാടെ ആ കെട്ടിടത്തിനകത്തൊരു ക്ലോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എടി നീ ആ ക്ലോക്കിനകത്ത് എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്നോർത്ത് അവള് അവിടെയും ചെന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ആരാധന നടക്കുമ്പോഴെല്ലാം നമുക്ക് പ്രത്യേക അനുഭവം.
രണ്ടാമത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഞാനിങ്ങനെ, അപ്പൊ എനിക്ക് സ്തോത്രം പറയാനൊക്കെ അറിയാം. ഞാനിങ്ങനെ സ്തോത്രം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാധനയുടെ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഇങ്ങനെ ഈ നാവ് ഇങ്ങനെയൊന്ന് കറങ്ങുന്ന പോലെ, ഈ ഇടത് സൈഡിൽ ഇങ്ങോട്ട് വലത്തോട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങുന്ന പോലെ ഇങ്ങനെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ആരാധനയുടെ സെക്ഷനാ. അപ്പൊ തന്നെ കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം ഒന്നും എനിക്കറിയത്തില്ല. എല്ലാവരും ആരാധന നിർത്തിയിട്ട് ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആരാധന നിർത്തിയിട്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞപ്പോ അപ്പൊ എന്റെ അനിയത്തി ഓർത്തു, ദൈവമേ ഇവക്ക് എന്നാ പറ്റി, വല്ല വട്ടം പിടിച്ചോ എന്ന് ഓർത്തോണ്ട് ഈ ഈ അനിയത്തി ഇങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വേറെ ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കാണുന്നില്ല. ആ പാസ്റ്റർ ഇങ്ങനെ ശാന്തമാകുക സഹോദരി, ദൈവം എല്ലാം അറിയുന്നുണ്ട്, നിങ്ങള് ദൈവത്തോട് സ്വർഗീയ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. പിന്നെ അന്നേരം തൊട്ടൊരു അസാധാരണമായ ഒരു ഈ ദൈവം തരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതെന്നാന്ന് അറിയത്തില്ല. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചു. എല്ലാവർക്കും നമുക്ക് ധാന്യം വർദ്ധിക്കുമ്പോഴും വീഞ്ഞു കുടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോഴേ, സമ്പത്ത് ഉണ്ടാകുമ്പോഴൊക്കെ അല്ലേ ലോകപരമായിട്ടുള്ള സന്തോഷം. പക്ഷെ ഈ സന്തോഷം, ഈ ആത്മീയ സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത്ര ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ അന്യഭാഷ കൊണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം, നാലാമത്തെ ദിവസം, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്കന്ന് പ്രത്യേകിച്ച് ഈ യൂറിൻ ബാഗൊക്കെ ഇട്ടോണ്ടാ പോയത്. പക്ഷെ ഇങ്ങനെ കൈയടിച്ച് ആരാധിച്ച് കുലുങ്ങിയത് കൊണ്ടാണോ എന്താണോ, ശരീരം ഷെയ്ക്ക് ആയത് കൊണ്ടാണോ, ഈ കത്തീഡ്രലിലൂടെ അല്ലാതെ ലീക്ക് ചെയ്ത് യൂറിൻ പോകാൻ തുടങ്ങി. അപ്പം ആ പാസ്റ്ററിന്റെ ഒക്കെ ബെഡല്ലേ, ഇതെല്ലാം നനയുന്നു, ഷീറ്റ് നനയുന്നു. പിന്നെ ഞാൻ വളരെ വിഷമിച്ചിട്ട് എനിക്കൊന്നും ആരാധിക്കാൻ മേല, പ്രാർത്ഥന കേൾക്കാൻ പറ്റില്ല. ഞാൻ കരഞ്ഞോണ്ട് ദൈവത്തോട് പറഞ്ഞു, അപ്പ എന്റെ മൂത്രത്തിന്റെ എന്നെങ്കിലും എനിക്കൊരു കൺട്രോൾ തരാൻ പറഞ്ഞു. ഞാൻ ഒറ്റ കരച്ചിൽ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞു. അപ്പൊ പാസ്റ്റർ, വെള്ളിയും പൊന്നും എനിക്കില്ല എന്നൊരു ശബ്ദം മാത്രം ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ ആ ദേവദാസൻ ആ ഉൾപ്പിറ്റെന്ന് ഇങ്ങനെ, ഈ നമ്മൾ ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ മരമൊക്കെ ഇങ്ങനെ ആടി ഒലിയുന്ന പോലെ ഈ ദേവദാസൻ ഓടി വരുന്നതായിട്ട് എനിക്കൊരു അനുഭവം തോന്നി. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ഇത് തോന്നുന്നു, എൻ്റെ ഈ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ 4 വിരല് വന്ന് പതിയുന്ന പോലെ ഒന്ന് പതിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പുറകിൽ ഇങ്ങനെ തലേണയൊക്കെ വെച്ച് ചാരി ഇരിക്കുക, 2 തലേണ വെച്ച് കാല് നീട്ടിയിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ ആലയത്തിന്റെ മധ്യത്തിലേക്ക് എന്നെ എടുത്ത് എറിഞ്ഞ ആ ആലയത്തിന് മധ്യത്തിൽ ചെന്നപ്പോ തന്നെ എന്നോട് പറയുവാണ്, നമുക്കിതൊന്നും വേണ്ട. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കായിരുന്നു, ഈ ആഭരണം ഇടുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, എന്തിനാണ് ഈ കാലത്തിന് ഇങ്ങനെ ഈ ചെറിയ തട്ട്, ഈ കൈയൊക്കെ ഇത്രയും മനോഹരമായിട്ട് ഇപ്പുറത്തോട്ട് ഊരിപ്പോകാതെയും ഇങ്ങോട്ട് പോകാതെ ഇത്ര ഇങ്ങനെയൊക്കെ പണിത് വെച്ചേക്കുന്ന ഈ വളയിടാനും അതുപോലെ കഴുത്ത് ഇത്ര മനോഹരമായിട്ടൊക്കെ വെച്ചേക്കുന്നതൊക്കെ ആഭരണങ്ങൾ ഇടാനില്ലേ, ആഭരണം ഇട്ടാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ഞാൻ, ഇത് ഇടാവോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ ആഭരണത്തെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നമുക്കിതൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് കാതിൽ, അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ദൂരനാണ്. ഞാൻ കാതില് കമ്മല് ഊരി കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു, ഇത് ഈ ആലയത്തിന്റെ പുനരുത്ഥാനത്തിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ ഊരി എറിഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കഴുത്തിൽ മാല ഇങ്ങനെ തപ്പി നോക്കിയപ്പം അഭിഷേകം വന്നപ്പോഴത്തേനും മാല പൊട്ടി താഴെ പോയിട്ട് ഞാനിങ്ങനെല്ലാം തപ്പി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുറെ എൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന് ആൻറ്റി പറഞ്ഞു, ഇത് നിലത്ത് കിടന്നാന്ന് പറഞ്ഞ് എടുത്തു തന്നു. അങ്ങനെ ഞാൻ എന്നോട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ ഒരു സ്വരം കാതിലോട്ട് ഇങ്ങനെ കേൾക്കുവാനിടേ. ആ ശബ്ദത്തിന്റെ പിന്നാലെ പിന്നെ നമുക്ക് ഒന്നും, എത്ര ആഗ്രഹമുള്ള സാധനങ്ങളാണെങ്കിലും ഈ ഭൂമിയിൽ എന്ത് തന്നെ ആയാലും ആ ഒരു ശബ്ദത്തിന്റെ പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, യേശുപ്പച്ച എനിക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത് എന്നോട് പറയാണ്, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ വീണ്ടും കരഞ്ഞു, ദൈവമേ ഇനി ഞാൻ എന്താ ശുദ്ധീകരിക്കാനുള്ളത്, എൻ്റെ കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ഈ പാപം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പോട്ടെ ചെന്നപ്പം ഒരു പക്ഷപാത രോഗിയെ, അവന്റെ പാപം മൂലമാണ് അവൻ തളർന്നു പോയത്. അവനെ യേശുവിന്റെ അടുക്ക് കൊണ്ടുവന്നപ്പം, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പള്ളിയിലെ അച്ഛൻ ഇങ്ങനെ വചനം പറഞ്ഞു. അതെന്റെ ഹൃദയത്തിലുണ്ട്. അന്ന് തൊട്ട് ഞാൻ പറഞ്ഞു, അപ്പ എൻ്റെ പാപം കൊണ്ടാണോ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ ദീർഘവർഷങ്ങൾ 90 തൊട്ട് ഈ 2000
രണ്ടുവരെയും ഈ ചർച്ചിൽ പോകുന്നവരെയും ഈ പാപം ക്ഷമിക്കാൻ എന്നും പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയും കരച്ചിലും എല്ലാം ആയിട്ട് ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് എന്നോട് ഒത്തിരി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പിന്നെ ഞാൻ കരഞ്ഞ് എന്നാ എൻ്റെ പാപം ക്ഷമിച്ചപ്പോൾ എനിക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞു. എൻ്റെ സിസ്റ്റർ, ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഭയങ്കര പ്രകാശം, ഈ ലൈറ്റ് അടിക്കുന്നത് പോലെ, ലൈറ്റല്ല വലിയ ഭയങ്കര, നമ്മൾ ഈ ആദ്യ കാലങ്ങളിലൊക്കെ ഈ വലിയ വലിയ കല്യാണത്തിനാണല്ലോ ഈ വീഡിയോ ഉള്ളത്, ഈ പ്രകാശം ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് വരുമ്പോൾ അങ്ങനെ അനുഭവപ്പെടുന്ന പോലെ വലിയൊരു പ്രകാശം വന്നു. ആ ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു നല്ല ഒരു ഒഴുക്കുള്ള ഒരു ചൂട് കാറ്റ് വന്നിട്ട് എന്നെ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പോലെ അങ്ങ് കവർ ചെയ്തിട്ട് പെട്ടെന്ന് എന്നെ അങ്ങ് പൊക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് ഞാനൊരു തൂവല് പോലെയായി. അപ്പൊ എനിക്കറിയാം കുറച്ച് ഈ ദൈവദൂതന്മാർ, ഈ ചെറിയ ചെറിയ കുള്ളൻ മനുഷ്യരുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലില്ലിപ്പൊട്ടില് കുള്ളന്മാരെ കുറിച്ചൊക്കെ. അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മനുഷ്യര് എന്നെ ഇങ്ങനെ അവരിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കിടക്കുക, ഇങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നെ താങ്ങി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അങ്ങ് പോവുക. അപ്പം ഒന്നും നമ്മൾ അറിയുന്നില്ല, നല്ല സന്തോഷത്തിൽ അങ്ങ് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആരോ എൻ്റെ തലയെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം എനിക്കതൊരു വലിയ പ്രയാസമായി. ഇപ്പം ഞാൻ യേശുവിൻ്റെ കൂടെ പോകുന്നില്ല, ഇത് ആരെ എന്നെ തൊട്ടോന്ന് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ശരീരം മുഴുവൻ കരണ്ടടിക്കുന്നത് പോലെ. പക്ഷെ ഞാൻ എഴുന്നേക്കാൻ നോക്കി, മുട്ടുകുത്തി കുറച്ച് എഴുന്നേറ്റ്, പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഏകദേശം ഞങ്ങളൊരു 41 ദിവസത്തോളം ആ പാസ്റ്റർ അവിടെ ഇരുന്ന് വീണ്ടും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ദൈവാത്മാവ് എന്നോട് കൂടെ അവിടെ വെച്ച് രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോഴൊക്കെ ഇന്ന അധ്യായം എടുത്ത് വായിക്കാനൊക്കെ പറഞ്ഞു ഓരോ ദിവസം ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നൊരു ശബ്ദം കേട്ടു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വീട്ടിൽ പോകണം, ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നീടാണ്, അപ്പൊ ഇത്രയാണ് വിശ്വാസത്തിൽ വരാനുള്ള ശോധന. പിന്നീട് വിശ്വാസത്തിൽ വന്നതിന്റെ ഒരു ശോധന എന്ന് പറഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ആഭരണങ്ങളെല്ലാം ഊരി, അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ വന്ന പുറകെ തന്നെ ചർച്ചയിൽ നിന്ന് ദൈവദാസന്മാരെല്ലാം കടന്നു വരുന്നുണ്ട്. അതുപോലെ ഇവിടെ പ്രാർത്ഥന നടക്കുന്നു. ഇതെല്ലാം ഇപ്പം വീട്ടിൽ ഒരു അസമാധാനത്തിന്റെ അന്തരീക്ഷം. പെട്ടെന്ന് ആങ്ങളെ ദേഷ്യപ്പെടുന്നു, പപ്പ എന്തെങ്കിലുമൊക്കെ എല്ലാം ഇങ്ങനെ. പക്ഷെ അമ്മയുള്ളത് കൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഏകദേശം ഒരു 6 വർഷത്തോളം ഈ സമയത്തെല്ലാം കർത്താവ് ഒത്തിരി സ്വർഗീയ ദർശനങ്ങൾ എന്നെ കാണിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു മഴ വന്നപ്പോഴത്തേന് എൻ്റെ അനിയത്തി അമ്മയും കൂടെ ഈ കട്ടിൽ ഇവിടെ ഞാൻ കട്ടിൽ കിടക്കുമ്പോൾ അവർ നിലത്തിങ്ങനെ കിടക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ചൂടെടുക്കും, നിങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് എപ്പോഴും ഒരാൾ കാവലിങ്ങനെ കിടക്കും. അപ്പം അവര് അപ്പുറത്ത് പോയി കിടന്നു. അന്ന് രാത്രിയിൽ ഞാൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ആരുണ്ടോ തല പൊക്കി നോക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് എന്തായാലും ഈ ജനല് ചൂട് കൂടുതലാകുമ്പോൾ പറഞ്ഞ് ജനല് തുറന്നിട്ടു. ജനലിൽ കൂടെ ഞാൻ നോക്കുമ്പം പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ ആർച്ചിന്റെ രൂപത്തില് ഒരുപാട് മുത്തുകള്, പല പല കളറിലുള്ള മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച മാലകൾ ഇങ്ങനെ തൂക്കി ഇങ്ങനെ നമ്മുടെ ഈ ആർച്ചയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നത് പോലെ ഇങ്ങനെ ഞാൻ നോക്കുമ്പം ഈ ഭയങ്കര പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് താഴോട്ട് ഇറങ്ങുന്നു. ഞാൻ കുറെ നേരം ഇങ്ങനെ അന്തിച്ച് ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊന്നും അറിയുന്നില്ല. ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് വരുവാ. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ കണ്ടു. നമുക്ക് വചനത്തിൽ അതിനകത്തൊക്കെ തെളിവുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ഒത്തിരി ഗൈഡൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഇരുന്നു. എങ്കിലും എനിക്കൊരു സൗഖ്യം അങ്ങോട്ട് ലഭിക്കുന്നില്ല. വീട്ടിൽ ഭയങ്കര അസമാധാനത്തിന്റെ അന്തരീക്ഷം. ഈ സമയത്ത് പിന്നെ അനിയത്തി ബൈബിൾ കോളേജിൽ പോകാനിടയിൽ അവളും വിശ്വാസത്തിൽ വന്നു, അമ്മയും വിശ്വാസത്തിൽ വന്നു. അവർ രണ്ടുപേരും സ്നാനപ്പെട്ട് അമ്മ ഇങ്ങനെ കർത്താവിന്റെ വേല ഹോസ്പിറ്റലിലൊക്കെ പോയി പലരോടും സുവിശേഷമൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ പൂർണ്ണമായിട്ട് 3 പേര് ഈ വീട്ടിൽ നിന്ന് ശരിക്കും ക്രിസ്ത്യാനികളായി. ഞാൻ സ്നാനപ്പെട്ടില്ല, എനിക്ക് സ്നാനപ്പെടാനായിട്ട് പറ്റത്തില്ലായിരുന്നല്ലോ. എഴുന്നേറ്റിട്ട് സ്നാനപ്പെടാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അമ്മയും സൗമ്യയൊക്കെ അനിയത്തിയൊക്കെ വിശ്വാസത്തിൽ വന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു മഞ്ഞപ്പിത്തം പോലെ ഉണ്ടായി. അമ്മയങ്ങ് മാറ്റപ്പെട്ടു. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിങ്ങനെ കിടക്കുമ്പോൾ എന്നെ അമ്മയല്ല ഞങ്ങൾക്ക് ഏറ്റവും അവസരം. അത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഭയങ്കരമായ ഒരു എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു.
അങ്ങനെ അമ്മയുടെ ആ മരണത്തിന് ഹൈന്ദവ രീതിയിൽ ദഹിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളോട് അതിൻ്റെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറഞ്ഞു. ആ, ആ, സൗമ്യ അനിയത്തി അന്ന് സ്നാനപ്പെട്ടു, അവളൊന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ അമ്മയോടുള്ള സ്നേഹം കണ്ട് ഈ പൂവൊക്കെ കൊണ്ട് അമ്മയുടെ ദേഹത്ത് ഇടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പിന്നെയും ഞങ്ങൾ അങ്ങ് പോവുക. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി. ഈ അനിയത്തി അപ്പോൾ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ വിവാഹം. അപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ആഭരണമൊക്കെ ഇട്ടോ വരുവാണെങ്കിൽ ഞങ്ങൾ വിവാഹം നടത്താമെന്ന് പറഞ്ഞു. ആങ്ങളമാർ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഈ കട്ടിലേക്ക് കിടക്കുന്ന എന്നോട് പറഞ്ഞു, നീ ചെറുക്കനെ അന്വേഷിച്ചുകൊണ്ട് പോവാ, ഞങ്ങൾ ബാക്കി കാര്യം ചെയ്യുന്നത്. സത്യത്തിൽ സിസ്റ്റർ ഇവിടെയാണ് നമ്മൾ ശരിക്കും ദൈവം ആരാണെന്ന്. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഉപവാസം പ്രാർത്ഥിച്ച് അവസാനം ആരുടെയും ഒരു മീഡിയേറ്ററും ഇല്ല. ഞാൻ ചുമ്മാ ഒരു ദിവസം ഒരു പത്രത്തിൽ ഒരു ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരിത് കണ്ട് ഞാൻ വിളിച്ച് ഞാൻ ആലോചിച്ചു കഴിഞ്ഞെങ്കിലും അവർ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്പർ പോയി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നമ്പർ പോയി. അപ്പം ആ ദൈവത്തിന്റെ ആത്മാവ് 2014 ലാസ്റ്റ് വിവാഹം നടക്കുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 2015 ന്യൂ ഇയറാണ്. അന്ന് രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ രാത്രി കമന്ന് കിടന്ന് തിരിഞ്ഞു കിടന്നു എല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങള് രണ്ടുപേരും വിശ്വാസത്തിൽ വന്നു, ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന്. അപ്പം ഈ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ കുഞ്ഞിനെ വിവാഹം കഴിക്കാനായിട്ട്, എൻ്റെ സഹോദരി വിവാഹം കഴിക്കാൻ ലോകത്തിൽ ഒരു പുരുഷനും ഇല്ലെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയെ നോക്കാനായിട്ട് ഈ ചർച്ചിൽ നിന്ന് ഒരു നിർമ്മല എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്, ആരെങ്കിലും ഉള്ളത് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ പഴയ ഫോൺ അതിനകത്ത് നിർമ്മലയെന്നും പറഞ്ഞു അവരുടെ നമ്പർ തപ്പിപ്പോയപ്പം ഇപ്പം അനുജത്തി വിവാഹം കഴിച്ചേക്കുന്ന ചെറുക്കൻ വന്ന് കണ്ടിട്ട് പോയ നമ്പർ പോയി. ഞാൻ പെട്ടെന്ന് ചുമ്മാ ഈ വിവാഹം നടന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ആ കോള് കിട്ടിക്കഴിഞ്ഞപ്പോഴാ ബ്രദർ ചോദിക്കുന്നത്, എനിക്ക് ആ കൊച്ചിനെ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ, നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മർത്തമ്മ സമുദായത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. അനുജത്തിയെ വിവാഹം കഴിച്ച നിരണത്താണ് അവർ താമസിക്കുന്നത്. അങ്ങനെ സൗദിയിലായിരുന്നു, ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇവളുടെ 9 ദിവസം കൊണ്ട് വിവാഹം ഉറപ്പിച്ചു. ജനുവരി 1-ാം തീയതിയാണ് ചെറുക്കൻ വന്ന് കാണുന്നത്. 9-ാം തീയതി വിവാഹം ഉറപ്പിച്ച് 24-ാം തീയതി വിവാഹം നടത്തി. വിവാഹത്തിനും ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ഒരു സഹോദരി വിവാഹം കഴിയും ഒരു അമ്മയ്ക്കും അച്ഛനും ഉള്ള ഒരു എഫർട്ട് അല്ലെങ്കിൽ പോലും വരാതെ കർത്താവ് വിശ്വസ്തയോടെ കാര്യങ്ങൾ നടത്തി അവരിപ്പോൾ നിരണത്തിന്റെ ദേശത്ത് ഒരു കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇന്നും ഈ ഭവനത്തിൽ വന്ന് എന്നെ കണ്ടിട്ടാണ് അവർ പോയത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഭയങ്കരമായ ശോധന. നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതുപോലെയുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസം ചെല്ലുന്നതോറും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് 2011 ഒരു ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയിൽ മാറ്റപ്പെടുവാനിടയായി. അത് അവിടെയും ദൈവം ഒരു ബലം തന്നു. പിന്നീട് 2013 ഈ അമ്മ 2008 മാറ്റപ്പെടുന്നത്. ആ ഒരു പ്രയാസം കാരണം പപ്പായ്ക്ക് പിന്നീട് അങ്ങോട്ടൊരു സ്ട്രോക്ക് വന്നു. ഒരു വശം ഇങ്ങനെ തളർന്നു പോയെങ്കിലും ഡോക്ടർ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനോ ഇങ്ങനെ കിടക്കുക, ഇനി ഒരാളും കൂടെ കിടന്ന ഈ ഭവനത്തിൽ ആരും നോക്കാനില്ല. അങ്ങനെ 4-ാം പൊക്കം ഹോസ്പിറ്റലിൽ നിന്ന് അതിശയകരമായിട്ട് പപ്പ എഴുന്നേറ്റു. മരിക്കുന്ന സമയം വരെ ഏകദേശം 4-5 ദിവസം പപ്പ കിടന്നുള്ളതിന് മുമ്പ് ഒരു ദിവസം പോലും കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ദൈവകൃപയെന്ന് പറയട്ടെ, ഈ സമയത്തെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പപ്പ സ്നാനപ്പെടാൻ വേണ്ടി. അപ്പം ഇങ്ങനെ അന്നേരം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും പപ്പയുടെ കൈ അങ്ങോട്ട് ഭക്ഷണം മാറി കഴിക്കാൻ മേലാത്ത ഒരവസ്ഥയായി. എന്നാലും ഞാൻ ആ ചോറൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കും. കസേരയിൽ എൻ്റെ അടുക്ക് കൊണ്ടിരുത്തിയിട്ട് ഞാൻ ചോറൊക്കെ ഇങ്ങനെ കൊടുക്കും. ഞാൻ ചോദിച്ചു, പപ്പ സ്നാനപ്പെടാനായിട്ട് താല്പര്യം, പിന്നെ സ്നാനപ്പെടാതിരുന്നാൽ പറ്റുമോ, സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ പപ്പ, എന്നാ സ്നാനപ്പെടാനുള്ള ആഗ്രഹം തന്നെ? നിങ്ങൾ ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട്, ഇവിടെ പ്രാർത്ഥന, അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കണം, സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ പെട്ടെന്ന് ഞങ്ങൾ സ്നാനപ്പെടുത്തി. 5-ാമത്തെ ദിവസം നിത്യതയിൽ
പപ്പ പോയി. ആ, പിന്നീട് സ്തോത്രം, എനിക്ക് ഇതിനോടടയ്ക്കും എനിക്ക് സ്നാനപ്പെടാനായിട്ട് ദൈവം അനുവദിച്ച് 2011 സ്തോത്രം, എവിടെയെങ്ങും ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ട് ഞങ്ങള് കുറെ അങ്ങ് പോണം. ഈ സ്തോത്രം, എനിക്ക് സ്ഥലം എനിക്ക് അറിയത്തില്ല, ഒരു ആറ്റില് സ്തോത്രം, ഭൂമിയും സ്വർഗവും എല്ലാം സാക്ഷിയാക്കി ആറ്റില് 4 പേര് കൂടി ആറ്റിൽ എന്നെ ഇറക്കിയിട്ട് അവിടെ ആറ്റിൽ സ്നാനപ്പെടാനായിട്ട് ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ സ്നാനപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴും ദൈവം എനിക്ക് ദൈവിക ദർശനങ്ങളുണ്ടായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ ഡെവിൾ സ്പിരിറ്റുകളൊക്കെ വിട്ടു, പലരുടെയും ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നതായിട്ടുള്ള അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അമ്മാമ്മയുടെ ഒരു മോള് ഹോസ്പിറ്റലിൽ കിടന്ന പ്രസവത്തോടു കൂടിയ കൊച്ചിന് മാനസികമായിട്ടൊരു പ്രയാസം വന്നു. അതിങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ ഒത്തിരി അങ്ങ് നാക്കൊക്കെ നീട്ടി. അപ്പൊ അവർ ഓടി വന്ന് ഇവിടെ വന്ന് സൗമ്യ, ജയ, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കഷ്ണം, ഒരു നല്ല ഒരു വെട്ടുതുണിയുടെ ഒരു ടവൽ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഒരു പുതിയ. ഞാനത് നല്ലപോലെ കത്തിരിച്ച് ഒരു ടവല് പോലെയാക്കി ഞാൻ ഇതെടുത്ത് ഞങ്ങള് 3 പേരും കൂടെ ആ അമ്മച്ചിയും കൂടെ കൂടി പ്രാർത്ഥിച്ച് ആ കൊച്ചിന്റെ ദേഹത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ആ ഡെവിൾ സ്പിരിറ്റ് അതിന്റെ ശരീരത്തിൽ നിന്ന് ഇളകി മാറി അവര് സൗഖ്യമാകുവാനിടയായി. അങ്ങനെ ദൈവം ഓരോരോ കാര്യങ്ങൾ. എങ്കിലും എനിക്ക് ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് മുൻപോട്ട് പോകാൻ പറ്റാതെ വരുന്ന ശാരീരികമായ ബുദ്ധിമുട്ട്. അപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സൗഖ്യമാകാത്തെ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകള് അത് പരിശുദ്ധാത്മാവിലാണോ? അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ഞാൻ കുറച്ച് നാൾ ദൈവമേ ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് നാൾ ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞ് അന്ന് ഞാനിങ്ങനെ കുറച്ച് നാൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഞാൻ ഒത്തിരി, പിന്നെ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒന്നും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നീട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു അനിയത്തിയില്ല, അമ്മയില്ല, ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക, എനിക്കൊരു ശുശ്രൂഷയ്ക്കായിട്ട്, ശുശ്രൂഷ എന്നല്ല, എനിക്കൊരു 4 പേര് കൂടിയിരുന്ന അഭിഷേകമുള്ള, അത്ര ഞാൻ ദൈവത്തോട് ചോദിച്ചു, അഭിഷേകമുള്ള ഒരു 4 പേരെ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂട്ടിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ദൈവം, എല്ലാ ദിവസവും ഞാൻ ആ സമയത്തും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഇച്ചിരി താമസിച്ച് കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച എന്നെ 3 മണിക്കൊന്ന് വിളിക്കണം, എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്ന് കൃത്യം 3 മണിയായപ്പോൾ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ക്ഷീണം കാരണം ഞാൻ വീണ്ടും കിടന്നു. ഒരു കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യുടെ ഇവിടെ ഇങ്ങനെ ആരോ ഇങ്ങനെ കുത്തുന്ന പോലെ, കിടക്കുക ഇങ്ങനെ കുത്തുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഇച്ചിരി നേരം എഴുന്നേറ്റ് 2 സ്തോത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. ഒരു കുറച്ച് ഒന്നും മയങ്ങിയെന്നറിയത്തില്ല. അതിനു മുമ്പേ ഒരു ഭയങ്കരമായ ഒരു ശബ്ദത്തിൽ ഞാനിങ്ങനെ കേൾക്കുകയാണ്, ഭയങ്കര പുരുഷ ഗാംഭീര്യം. ഇന്നുവരെയും ഞാൻ കേട്ടിട്ടില്ല. ഹോളി സ്പിരിറ്റ് എന്നോട് എപ്പോഴും സംസാരിക്കാറുണ്ട്. ഒരു ദിവസം 4 പ്രാവശ്യമൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മയങ്ങുമ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കാതുകളിൽ റീമ വേർഡ് കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ യേശുവിന്റെ ശബ്ദം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പെട്ടെന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൈവം പറയാണ്, ഞാൻ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ടത് ഞാൻ ഞെട്ടി ചാടി എണീറ്റ് 1 മണിക്കൂർ അവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞു. അപ്പൊ ശരീരം എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷിവറിങ് ചെയ്യുന്ന പോലത്തെ ഉള്ള ഒരു പ്രത്യേക ഒരു അനുഭവം. അങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു. അത് 2018 2019 ഓഗസ്റ്റ് മാസത്തില് എനിക്ക് റീമ എന്ന പേരിടാൻ കാരണം തന്നെ ഈ ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിക്കുന്നത് കൊണ്ട്. എനിക്കതൊരു ഭയങ്കര, കാരണം നമുക്ക് എത്ര ഭാരം ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഹോളി സ്പിരിറ്റ് നമ്മുടെ കാതുകളിൽ ആ ശബ്ദം കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രയാസമില്ല. ഭയങ്കര അസാധാരണമായ ഒരു ധൈര്യമാണ്. അങ്ങനെ ഞാൻ ആ സമയത്ത് എനിക്ക് ഈ റീമ എന്ന പേരിൽ ഒരു വാട്സപ്പ് മിനിസ്ട്രി, പ്രെയർ മിനിസ്ട്രി, 24 മണിക്കൂറും ഓൺലൈൻ പ്രെയർ രൂപീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പിന്നീട് അത് ഗൂഗിൾ മീറ്റായി. പിന്നെ കൊറോണയുടെ സമയം കഴിഞ്ഞ് ഏകദേശം ഇപ്പൊ 2 വർഷമായിട്ട് സൂമില് എല്ലാ ദിവസവും
പകല് കുറച്ച് സഹോദരിമാരെ എല്ലാ ദിവസവും എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, എങ്കിലും സഹോദരിമാരിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. വൈകിട്ട് എല്ലാ ദിവസവും 7:30 മീറ്റിംഗ്, വചന ശുശ്രൂഷയും ആരാധനയും ഒക്കെ നടക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായിട്ട് റേമ പ്രെയർ മിനിസ്ട്രി ഇന്ന് കടന്നു പോകുന്ന, അങ്ങനെ ദൈവം ഒരു ശുശ്രൂഷയിലേക്ക് എന്നെ ഉയർത്തി. ഈ ലോകം തരുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്ന സമാധാനം. അങ്ങനെ ആ ഒരു സമാധാനം, ഒരു സന്തോഷം, ധൈര്യം ഒക്കെ കർത്താവ് തരുവാനിടയായി. സ്തോത്രം. ഇതിനോടകം ദൈവത്തിന്റെ ആ ഇടപെടല് എനിക്ക്, ദൈവത്തിന്റെ പ്രത്യക്ഷത പല പ്രാവശ്യം ഉണ്ടായി. ഒരു പ്രാവശ്യം യേശു കർത്താവ് എൻ്റെ അടുക്കല് ദേഹരൂപത്തില് വരുവാനിടയായി. ഞാനിങ്ങനെ പകൽ എൻ്റെ മൂത്ത ബ്രദർ അന്ന് ലിവർ സിറോസിസ് ആയിട്ട് ബിലീവേഴ്സ് ചർച്ചില് ഇച്ചിരി സിക്ക് കൂടുതലായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ച് ഞാനൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴേക്കും എൻ്റെ റൂമിന്റെ വാതിക്കല് അപ്പുറത്തെ റൂമിൽ ഒരാൾ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നി. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും ഈ കയ്യേൽ ഇങ്ങനെ ആണിപ്പഴുത്, ഇങ്ങനെ ഈ കയ്യയുടെ ഇവിടുന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി ഒഴുകുന്നാൽ ബ്ലഡ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു കൈയില്ല, നമ്മുടെ ഈ സത്യവേദ പുസ്തകമുണ്ട്, ഒരു കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇതെന്നെ ഈ ചോരയെന്ന് ചോദിച്ചു. നമുക്കറിയത്തില്ലല്ലോ ചോര എന്താന്ന് ചോദിച്ചപ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ ഈ അടുത്ത് ഞാൻ നോക്കുമ്പോ ഈ ബ്ലഡ് കയ്യേന്ന് ഒഴുകിയിട്ട് തോട് പോലെ ഞാൻ ആ റൂം കൂടെ അങ്ങ് ഒഴുകുക. അപ്പൊ ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഇതെന്താ ചോരന്ന് ചോദിക്കും. പെട്ടെന്ന് എൻ്റെ ഇവിടെ ഈ കതകിന്റെ അടുക്കല് വന്നു. അപ്പൊ ഞാൻ അപ്പുറത്ത് കട്ടിലെ കിടക്കുക. അവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോ എനിക്ക് യേശു വന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഒറ്റ ചാട്ടത്തിന് യേശുപ്പച്ചന്റെ മാറയിലോട്ട് ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരിങ്ങനെ ചാടി ഇങ്ങനെ കഴുത്തെ കെട്ടിപ്പിടിച്ച്, പിതാവൊക്കെ അടുത്ത് വരുമ്പോഴത്തേനും ഒരു ധൈര്യത്തോടെ അങ്ങ് ചാടുമല്ലോ, എടുത്ത് ചാടുന്നത് പോലെ ഞാനങ്ങ് ചാടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ആ യേശുവിൽ ഞാൻ അങ്ങ് ആയിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ പിന്നെ എനിക്കൊന്നും അറിയില്ല. ഞാൻ നോക്കുമ്പോ യേശുവിന്റെ അടുക്ക് ഞാൻ ഇരിക്കുക. ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു, എനിക്ക് വചനം ശുശ്രൂഷിക്കാനുള്ള ശക്തി തരണമെന്ന്. അപ്പച്ച എനിക്ക് വചനം പറയാനുള്ള ശക്തി അല്ല, ഞാൻ രോഗസൗഖ്യം വേറെ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഞാൻ സുബോധത്തോടെ ഇരിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ആത്മാവിൽ ചോദിച്ചത് എനിക്ക് വചനം ശുശ്രൂഷിക്കാനുള്ള ശക്തി തരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും കർത്താവിന്റെ ഈ കയ്യയുടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ കയ്യാലൊന്ന് തൊട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച എൻ്റെ തലയിലും കൂടെ ഒന്ന് കൈവച്ചാ, ഇങ്ങനെ ഒന്ന് തലയിലും കൂടെ കൈവച്ചാ. അപ്പൊ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നല്ല പുഞ്ചിരിയോടെ മാധുര്യമേറിയ ശബ്ദത്തിൽ പറയണം, ഞാൻ നിന്നെ തൊട്ടില്ലേ, അത് മതിയെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ദൈവമേ, സ്തോത്രം. പത്രോസ് പറഞ്ഞ്, നീ എൻ്റെ കാല് കഴുകിയാൽ പോരാ, തലയിലും കൂടി. അപ്പൊ ഇങ്ങനെ വചനത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലെല്ലാം ദൈവ വചനപ്രകാരം എന്നോട്, ഞാനതങ്ങനെ നോക്കുമായിരുന്നു. കർത്താവ് ഇന്ന് ഈ ദൈവം എന്താ പറഞ്ഞത്, അല്ലെ എന്റെ ഇടപെടൽ എന്താ. അപ്പം തല കൂടി കഴുകണം. അപ്പം കാല് കഴുകിയവന് പിന്നെ ഒന്നുകൂടെ കുളിക്കേണ്ട ആവശ്യമില്ലെന്ന് കർത്താവ് പറഞ്ഞാല് നിന്റെ കയ്യെ ഞാൻ തൊട്ടില്ലേ. അങ്ങനെ ദൈവം ഇന്നുവരെയും കർത്താവ് ഓരോ വിവിധങ്ങളായ, അതായത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയോ നാളെ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് ഞാൻ ഇന്ന് ഒരിക്കൽ പോലും ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഞാൻ ഒരു ശുശ്രൂഷക്കാരിയായി തീരുമെന്നോ ഒരു മിനിസ്ട്രി നടത്തുമെന്നോ, ഇപ്പോഴും ഈ മിനിസ്ട്രി എങ്ങനെ നടക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി ദൈവദാസന്മാര് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതല്ല, അല്ലാതെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ അങ്ങനെ ഒത്തിരി പേര് ഹെൽപ്പായിട്ട് നിന്നുകൊണ്ട്, നമ്മളൊരു ലിങ്ക് ഇട്ടില്ലേ പോലും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ഡെയിലി ഒരു 37, 40, 42, 50 പേര് എല്ലാ ദിവസവും 7:30 മണിയാകുമ്പോഴത്തേക്കും, പിന്നെ മാസം ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ കൂടുതൽ ആളുകൾ വരികയും അങ്ങനെ അനുഗ്രഹകരമായിട്ടൊരു മിനിസ്ട്രി കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് പിന്നെ സാക്ഷ്യം. പിന്നീട് കഷ്ടതകളൊക്കെ, ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിന്റെ മധ്യത്തിലുണ്ടെങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനത്താൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, എഴുന്നേൽപ്പിക്കുന്നു തന്നെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ ഒരുപക്ഷെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതാണ് എനിക്ക് ഇപ്പൊ ഈ ചാനലിൽ ഞാൻ വരുവാന്, ഞാൻ 2019 ഈ മിനിസ്ട്രി ഏകദേശം 3-ാമത്തെ ആണോ 4-ാമത്തെ ആണോ, എവിടുന്നോ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാനിപ്പോ മറന്നുപോയി, അദ്ദേഹത്തിന് യൂറിൻ കൺട്രോൾ ഇല്ലാതെ ഈ ആസാദി ചാനലില് വന്ന്
സാക്ഷ്യം പറഞ്ഞ് ദൈവം സൗഖ്യമാക്കിയതൊക്കെ. ഇന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ സൗഖ്യം എനിക്കും തരണേ. അങ്ങനെ അത് കഴിഞ്ഞ് വെച്ച് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ചാനലിൽ എനിക്ക് എൻ്റെ സാക്ഷ്യം ഒന്ന് ലോകത്തോട് പറയാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് വിന്നി പാസ്റ്റർ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തേണ്ട, ദൈവമേ ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ. പക്ഷേ പിന്നെ എന്നിട്ടും പരിശുദ്ധാൽ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ദൈവത്തിന്റെ അത്ഭുതം എന്നെ തേടി വരിക ചെയ്തു. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ തക്ക സമയം വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അത് അല്പം നീണ്ടുപോയാലും ദൈവം കൃത്യസമയത്ത് അത് നിർവഹിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിലോ ഭാരത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടങ്ങള് ചിലപ്പം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടെന്നിരിക്കാം, പല വിധത്തില് നമുക്ക് ഒത്തിരി പ്രയാസങ്ങള് വന്നെന്നിരിക്കാം. നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളെല്ലാം നമ്മളെ എൻ്റെ ചേച്ചിയുടെയൊക്കെ വിവാഹത്തിന് പോലും ഞങ്ങള് അവിടെ കയറാനോ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ഇഷ്ടമില്ല. കാരണം ആഭരണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വിളിക്കും, എന്നാൽ വരരുതെന്ന് ഉള്ള ആഗ്രഹത്തിലാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നാൽ പോലും നമുക്ക് ദൈവം വാഗ്ദത്തം പറഞ്ഞു, അത് നിശ്ചയമായും ദൈവം നിവർത്തിക്കും. ദർശനത്തിനൊക്കെ അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുവരെ നിശ്ചയം ആരും ഭാരപ്പെടുകയോ പ്രയാസപ്പെടുകയോ ഒന്നും ചെയ്യരുത്. എന്നെ കേട്ട എല്ലാവരോടും ഇത്രത്തോളം സമയം വളരെ ക്ഷമയോടെ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട ബഹുമാനപ്പെട്ട സിസ്റ്റർ, പാസ്റ്റർ രണ്ടുപേരോടും അതുപോലെ മറ്റ് പ്രേക്ഷകരോടൊക്കെ ദൈവനാമത്തിൽ നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. നല്ല ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിൽ ജീവിതത്തിൽ അത്ര വലിയ പ്രതിസന്ധികൾ, ശാരീരികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവ് കൂടെ നിന്ന് ഇടപെടുന്നത് കൊണ്ടാണ്, ആ സാന്നിധ്യം കൊണ്ടാണ് ഹൃദയത്തിൽ സന്തോഷം നിറയുന്നത് അല്ലേ. അങ്ങനെ അനുഭവിക്കാനൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയതം എന്ന് പറഞ്ഞാലൊരു അനുഭവമാണ്. നമുക്ക് കിട്ടുന്ന സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും സാമ്പത്തിക വിടുതലും നന്മ ഇതൊന്നും മാത്രമല്ല, ഇതിലൊക്കെ അപ്പുറമായിട്ട് യേശുവിനെ അടുത്തറിയുവാൻ കഴിയുന്ന, രുചിച്ചറിയുവാൻ കഴിയുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് യേശുവിനെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ ബലമാണ് നമ്മളെയൊക്കെ ക്രിസ്തീയത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചോദിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഭൗതിക മണ്ഡലത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം ലഭിച്ചിട്ടല്ല, അതിലൊക്കെ അപ്പുറമായിട്ട് ജീവനുള്ള ദൈവത്തെ നമ്മൾ രുചിച്ചറിയുന്നു, അനുഭവിച്ചറിയുന്നു. അതാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ഒക്കെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ചെറിയ കർത്താവിൻ്റെ സ്പർശനങ്ങൾ, ഇടപെടലുകൾ ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂം മീറ്റിങ്ങിനെയൊക്കെ കർത്താവ് ഇനിയും വിശാലതയിലേക്ക് നടത്തിട്ട് അനേകർക്ക് പ്രയോജനമായി നിൽക്കുവാൻ തൊക്കണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സിനോട് സിസ്റ്ററിനെ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചേട്ടാ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് കർത്താവ്. വ്യക്തിപരമായി ഞങ്ങളെ അറിയുന്ന ദൈവം, അപ്പൊ വ്യക്തമായി ഞങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ നിലവുകൾ, ചിന്തകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം അറിയുന്ന ദൈവം കർത്താവെ, ഇന്നത്തെ ഈ മനോഹരമായ ഈ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആസാദി ചാനലിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ദൈവമേ. ഇത് അനേകായിരങ്ങൾക്ക് വലിയൊരു ആശ്വാസവും ഒരു ധൈര്യവും ദൈവമേ ഒരു ഉറപ്പും മുൻപോട്ട് പോകുവാൻ ഒരു പ്രചോദനവും ഒക്കെ ആയി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശബ്ദത്തെ കേൾക്കുന്ന അനേക സാക്ഷ്യങ്ങള്, അനേക പ്രിയപ്പെട്ടവര് ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ പ്രാവശ്യം ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു അധികം ഉറപ്പും ധൈര്യവും തരുന്നത് ഓർത്ത് സ്തോത്രം. അപ്പ ഈ ദേവദാസിയെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്ര മഹത്വകരമായ ഒരു ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവെ കുഞ്ഞുങ്ങളെ സഹായിച്ചത് ഓർത്ത് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതെ, പ്രേക്ഷകർക്കായി സ്തോത്രം കർത്താവെ. ഓരോരുത്തരുടെയും കർത്താവെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ, ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു ദൈവമായുള്ള റിലേഷൻഷിപ്പ് ഒന്ന് വർദ്ധിപ്പിച്ച് ആ കരം ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് ആ ചുവടുകളിൽ തന്നെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സകലതും മഹത്വത്തിനാക്കി തീർക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജയകുമാരി സിസ്റ്ററുടെ മേൽ, തൻ്റെ പ്രിയമുള്ളവരുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം പിന്നെ ശക്തമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ്. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രൈസ്. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.